അനീമിയ ചൂസ് ചെയ്യാം. ഇപ്പൊ ചിലർ പറയും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഒരുവിധം എല്ലാവർക്കും കുറച്ചെങ്കിലും ഫാറ്റ് ശരീരത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മസിൽ ഒന്ന് സ്ട്രോങ് ആക്കുക, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് നമ്മളൊന്ന് ബോഡി സ്കാനറിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു മസിൽ പെർസെൻറ്റേജ് ആയിട്ട് നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ വളരെ കുറവാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. ചിലർ ആവേശം കൂടി രണ്ടും മൂന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അത് വേണ്ട, നമുക്ക് ഒരെണ്ണമെങ്കിലും ചൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ലാബ് റിപ്പോർട്ട് ഉള്ളത് അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. അത് നമുക്ക് PDF ഫോർമാറ്റിൽ നമുക്ക് ലാബിൽ നിന്ന് ഇപ്പം എല്ലാവർക്കും വാട്സപ്പിൽ റിപ്പോർട്ട്സ് കിട്ടും. അതങ്ങനെ അപ്ലോഡ് ചെയ്യാം. അത് സൈസ് കൂടുതലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഗൂഗിളിലിട്ട സൈസ് കുറച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് എന്ത് അങ്ങനത്തെ ഇഷ്യൂ വന്നാലും എനിക്കോ സുരേഷ് സാറിനോ ഒന്ന് അയച്ചു തന്നാൽ മതി. അപ്ലോഡിങ് കാര്യങ്ങളും ബാക്കി നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമൊന്നും വേണ്ട. റിപ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ ലാബ് റിപ്പോർട്ട് നമ്മൾ എടുക്കണം. ആ 3 മാസം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താണോ നമ്മുടെ പുസ്തകങ്ങളിൽ ഇതിനെല്ലാം എല്ലാ സൊല്യൂഷനും ഉണ്ട്. ഇപ്പോൾ ആരോഗ്യത്തിന്റെ ആഘോഷത്തിൽ 10 ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ പുസ്തകം നമുക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും, സബ്സെ പെഹലെ സെഹത്ത്. അതിലും നമുക്ക് 20ഓളം ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം മുടിയുടെ ആരോഗ്യം, കണ്ണിന്റെ ആരോഗ്യം, ചിലർ ഐ പവറിനൊക്കെ ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. മനീഷ മാഡം എത്തിയിട്ടുണ്ട്. നമുക്ക് ഓക്കെ വെൽക്കം ചെയ്യാം. ഓക്കെ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന വഴി മുറയ്ക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പൊ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. നമ്മുടെയൊക്കെ എന്താ പറയാ, ന്യൂട്രിചാർജിനെ നമ്മുടെ എല്ലാവരും മനീഷ മാഡത്തിനെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ നമുക്ക് പുറമേ പോകുമ്പോൾ എന്താ പറയാ, നമ്മുടെ ഇവിടെ അല്ലെങ്കിലും പുറത്തോ പലരും ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ മാ എന്നാണ് മനീഷ മാഡത്തിനെ വിളിക്കുക. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത്രയും അനുഗ്രഹമായി നമുക്ക് ഒരമ്മയെ കിട്ടിയിട്ടുണ്ട്. ഒരു ആരോഗ്യപരമായ ജീവിതം എങ്ങനെ നയിക്കുക എന്നുള്ളതിന് അപ്പൊ വളരെ സാവധാനത്തോടെ ഞാൻ വിളിക്കുകയാണ് മനീഷ മാഡത്തിനെ. സർ, മാഡം ഒന്ന് കോഹോസ്റ്റ് ആക്കാമോ? മനീഷ മാഡത്തിന് കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മാഡം വെൽക്കം. Very much here. Thank you. വെൽക്കം മാം. JRCM, Mera Charge, NutriCharge, and Ellargo Namaskara to everyone. Akila ma'am, how are you doing? Fine, ma'am. Doing So well. good to see And you. How So you, good ma'am? to see you. I'm perfectly fine. I'm And very you are welcome to very Kerala. Thank you so much. Very happy to be here. I've been looking forward to this evening. And that's why I came home so that we could have a relaxed evening together. So very, very happy Mother's Day to all of us, to all the mothers, to all the children, and to all the fathers, because fathers don't get celebrated as much as they should. So, in the same breath, I would like to wish all the fathers a very happy Mother's Day, because without them, the mothers wouldn't have existed. Without them, the mothers wouldn't have become mothers. So to all the fathers, to all the mothers, a very, very happy Mother's Day. Though the Mother's Day was on Sunday and today is Thursday, so we can say we are 4 days late, but I believe every day is a Mother's Day. So any day can be a Mother's Day. And so today we'll talk to all the mothers about how they feel taking care of their health is important and how they feel Arogya Tinte Agosham has helped. So we'll talk about that. We'll take experiences. So Suresh, will you translate up till now? യെസ് യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷമാണ് കേരളത്തിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും, അപ്പോൾ അമ്മമാർക്ക് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അച്ഛൻ ഫാദേഴ്സിൻ്റെ ഡേ എന്ന് അങ്ങനെയൊന്നും ആഘോഷപ്പെടാറില്ല. പക്ഷേ അവർക്കും അത്രയധികം എന്താണ് പറയുക, എങ്ങനെയാണോ അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവർക്കും അച്ഛന്മാർക്കും അത്ര തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. കാരണം അച്ഛനില്ലെങ്കിൽ ഒരിക്കലും അമ്മ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ അമ്മയ്ക്കും അച്ഛനും വളരെയധികം മദേഴ്സ് ഡേയുടെ ഈ ദിവസം നമ്മൾ വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്താണ് പറയുക, ആശംസ നേർന്നുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ആക്ച്വലി 10-ാം തീയതിയായിരുന്നു ഈ മദേഴ്സ് ഡേ എങ്കിലും ഇന്ന് ഏകദേശം നമ്മൾ 4 ദിവസം വൈകിയിട്ടുണ്ട്. പക്ഷേ മാഡം പറയുന്നത് 4 ദിവസം വൈകിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അമ്മമാരുടെ ദിനം തന്നെയാണ്. അതിനൊരു സ്പെഷ്യൽ ഡേ നമ്മൾ കൊടുത്തെന്ന് മാത്രം. അല്ലാത്ത പക്ഷം എല്ലാ ദിവസവും മദേഴ്സ് ഡേ തന്നെയാണ്. അതുകൊണ്ട് വൈകിയെന്നൊന്നും പറയാനില്ല. ഇവിടെ ഏത് ദിവസം നടത്തിയാലും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് മദേഴ്സ് ഡേക്ക് ഉണ്ട്, അമ്മക്കുണ്ട്. റൈറ്റ്? ഓക്കെ ഓക്കെ.
Oh, unmute. एक मिनट. Thank you. Thank you. Thank you. Please make me the co-host so that I don't have to keep Yes. asking for. Yes. Okay, so one thing as a mother, I want to tell all of you, which is a great responsibility. Being a mother, it's a part of being a mother, and that is to take care of your health. Because as when we are young and our kids are young, our health is in our control because the years are on our side. But when we start growing up and our kids leave the nest, that is the time when we feel that now the nest is empty, and emotionally we start getting a little, regressing. Physically also we start regressing, and that is the time when our health goes for a toss. And at that stage, your children are about to fly in their life. And that's why when you are not okay, it puts a brake on your kids' flight. So I want to request all of you, please take care of your health if you really love your children. So when we love anyone, we usually take care of that person. When we love our kids, we take care of our children. But here, when you love your kids, you have to take care of them and you have to take care of your own health. Because when your children are making their careers outside the comfort of home, and if they hear that the mom is not keeping well, they are torn between what to choose, mom's health or my life. And they will be worried and they'll keep coming back to you because you need them. So, this is one request I want to make to all of you, because here I'm seeing all those mothers where the kids have flown out of the nest. I can see Akhila ma'am, the child is almost moving out of the nest. In a few years, he'll be completely on his own. I can see Anita here. Her daughter is already studying outside and she's living alone. I can see Serendri here. Kids are already married and she is a grandmother. So the kids are already having a life of their own. So I can, Girija, I'm seeing here. So she also has grown up children. Now that your children are making their own life, if you have to call them back because they have to now take care of you, don't you think it is going to put a brake on their journey? And we can't do that. We really can't. The best we can give to them is a life where they are free from any kind of concern about our health. I keep giving this example with fingers crossed. My parents, my father is 82. I think he completed 82 this year, just a month back, not even a month back, 15, 20 days back. And my mother is 74, 75. And most of you would have seen them last year during the Virana and the Veer annual meeting in Mumbai. Both of them are absolutely fine, physically very fit. They live by themselves in Jodhpur. They do their homework, their household chores perfectly well. My father is still practicing. He still goes to the hospital. He doesn't want to sit at home. And because they take care of their health, and because we don't, both sisters, me and my younger sister, we don't have to bother about their health, it is very easy for us to fly in our lives. And that is why I can travel so much. I can do so much for so many people. I can connect with all of you because I don't have to worry about who will take care of my parents. So, this is, I think, the best freedom or the best help or the best love that we can give to our kids. See, when kids are small, obviously we take care of them. But when kids grow up, that is the time we have to be even more responsible so that children do not have to come back home
because you are not well. They should be coming back home because they want to come back. So it should not become a compulsion for them to come back home. It should be a choice that they want to come back to you for the love, for the closeness, for the happiness. So this is a promise I want from all of you, that if you really love your kids, please from today, start taking care of your health with double enthusiasm. I always keep reminding myself that I have to exercise because I love my son. I have to eat healthy because I love my son. I have to take care of my health because I love my son. I have to sleep on time because I love my son. I think this is the greatest motivator for us, because we Indian parents in the entire world are known to be the most loving parents. So if you really want to prove to yourself that you are one of the most loving parents, please start taking care of your health. And Suresh, once you translate this, I want all of us to promise today that we will take care of our health because we love our children. Yes. ഒത്തിരി ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം ചില ഭാഷകൾക്ക് ലാംഗ്വേജിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല, അല്ലെ? ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ, ചില എക്സ്പ്രഷൻസ് കേൾക്കുമ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല. കാരണം മാഡം അത്രയും എന്താ പറയുക, ഇമോഷണലായിട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നൊരു കാര്യം, മാഡം പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരോടും ഞാൻ ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കാൻ പറയും. അതായത് പ്രോമിസ് ചെയ്യണം എന്നോട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കും, അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ചെയ്യുമെന്ന്. എന്താ കാരണം വെച്ചാൽ, നമ്മളൊക്കെ ഇവിടെ മാഡം ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതായത് അഖില മാഡത്തിൻ്റെ കാര്യം പറഞ്ഞു, സരന്തി മാഡത്തിൻ്റെ കാര്യം പറഞ്ഞു, ഗിരിജ മാഡത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ അനിത മാഡത്തിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇവരുടെയൊക്കെ മക്കളൊക്കെ ഏകദേശം വലുതായി. ഓക്കെ, ഓൾറെഡി ചില ഇതിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ മക്കളൊക്കെ ചില അവരെ വിട്ട് വേറെ ഏതോ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ചില ആൾക്കാരുടെ മക്കൾ ഓൾറെഡി ഏകദേശം ഓൾമോസ്റ്റ് വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളുടെ എല്ലാ പണിയും ഇനി കഴിഞ്ഞു, ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ നിറവേറ്റുന്നതൊക്കെ നിറവേറ്റി കുട്ടീനെ പഠിപ്പിച്ചു, വലിയ ജോലിയാക്കി, അവനൊക്കെ അങ്ങ് പോയി, അല്ലെ, അവളെ പോയി. പക്ഷേ ആ സമയത്താണ് നമ്മൾ കൂടുതൽ നമ്മളെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. കാരണം നമ്മളൊരു കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ ആരോഗ്യപരമായിട്ടൊക്കെ നോക്കുമായിരിക്കും. പക്ഷേ പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ആ ഒരു ശ്രദ്ധ ചില സമയം വിട്ടുപോകാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് മാഡം എന്ന് വെച്ചാൽ, നമ്മളെ കുട്ടികൾ ഫോർ എക്സാമ്പിൾ വളരെ ദൂരെ എവിടെയോ താമസിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുമോ എന്ന് വിചാരിക്കും. അവർക്ക് മനസ്സിന് സമാധാനത്തോടെ അവിടെ ജോലി ചെയ്യാനാവണം. കാരണം നാട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും ആരോഗ്യം നോക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർ കൃത്യമായിട്ട് അവരുടെ ദിനചര്യകളിൽ ചെയ്യുന്നുണ്ട്, ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വ്യായാമം ചെയ്യുന്നുണ്ട്, എല്ലാം തന്നെ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തോടെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരുമ്പോൾ അവർക്ക് അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ജോലികൾ എന്താണോ അത് ആത്മാർത്ഥമായിട്ട് പ്രശ്നങ്ങളില്ലാതെ വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്നാണ് വേണം. അപ്പോൾ അവർക്ക് രണ്ട് ചിന്താഗതി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുക, അവർക്ക് മനസമാധാനമില്ലാതെയാവും. അവരുടെ കമ്പൾഷനിലേക്ക് വരും, നിർബന്ധിതരാവും തിരിച്ചിങ്ങോട്ട് വരണം, അല്ലെങ്കിൽ അവിടെ തന്നെ തുടരണം. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. കാരണം അച്ഛനും അമ്മക്കും ആരോഗ്യമില്ല, അവർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ പല ആൾക്കാരുടെയും കരിയർ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഒരു വിചാരിച്ച പോലെ പോകാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഓരോ അമ്മമാരും ഈ പ്രോഗ്രാം കാണുന്നവർ, അമ്മമാരെന്ന് പറഞ്ഞാൽ അച്ഛനെയോ അതിൻ്റെ അത് പെടുത്തിയിട്ടില്ല ഞങ്ങൾ കേട്ടോ, അല്ലാതെ വെറുതെ അമ്മ മാത്രമല്ല, അച്ഛനമ്മമാർ, പാരൻസ്, അവർ ഓരോ ദിവസവും ആരോഗ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം, ആരോഗ്യം ഉണ്ടാക്കി വെക്കണം. സോ ദാറ്റ് അവരുടെ മക്കൾ എവിടെ ജീവിക്കുന്നുണ്ടോ സന്തോഷത്തോടെ അവർ ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യാൻ പറ്റട്ടെ. പിന്നെ അവർക്ക് വർഷത്തിൽ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ സന്തോഷത്തോടെ ചോയ്സോടെ വരാനാവണം, ഇവിടെ വന്ന് ആസ്വദിക്കാനുള്ളതാവണം. അല്ലാതെ രോഗിയായിട്ടുള്ളവരെ കാണാൻ വരുന്ന പോലത്തെ ഒരു കമ്പൾഷനായിട്ട് നിർബന്ധിതമായിട്ട് വരേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മാഡം എല്ലപ്പോഴും മാഡത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. കാരണം വേറൊരു എക്സാമ്പിൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ കയ്യിൽ തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ. മാഡം പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും മാഡത്തിൻ്റെ പേരൻസിനൊക്കെ, ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതാണ്. 83 വയസ്സാണ് അച്ഛൻ, അദ്ദേഹം ഡോക്ടറാണ്. 83 വയസ്സിലും അദ്ദേഹം ഇപ്പോൾ വീട്ടിലൊന്നും ഇരിക്കാറില്ല. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ പോയിട്ട് രോഗികളെ പരിശോധിക്കാറുണ്ട്. 83-ാം വയസ്സിൽ. അമ്മയ്ക്ക് ഏകദേശം 74 വയസ്സുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൃത്യമായിട്ട് ആരോഗ്യ പരിരക്ഷ ഉണ്ട്, ആരോഗ്യത്തിനെ സംരക്ഷിക്കും. അതുകൊണ്ട് അവർ വളരെ സന്തോഷത്തോടെ അവരിക്കും. എല്ലാ ദിവസവും മാഡം 1 മണിക്കൂറോളം അവരോട് സംസാരിക്കും. ആ സംസാരത്തിൽ തന്നെ മാഡത്തിന് സന്തോഷം കിട്ടും, അവർക്ക് സന്തോഷം കിട്ടും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ടെൻഷനോ ഇല്ലാത്ത
ഒരു അവസ്ഥയാണ് രണ്ട് സ്ഥലങ്ങളിലും. പേരൻസിനുമില്ല, മക്കൾക്കുമില്ല. അപ്പം മാഡത്തിനൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ജോലി ചെയ്തുകൊണ്ട് മാഡത്തിൻ്റെ കാര്യം മാത്രം എടുക്കാം. നമുക്ക് ഈ അധിക സമയവും യാത്രയാണ്. ഫുൾ ടൈം ചില സമയം വിളിച്ചാൽ പോലും നമുക്ക് കിട്ടാറില്ല, കാരണം അത്രയും ബിസി ആയി പോലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം തന്നെ ഇല്ലാതെയായി പോകത്തില്ലേ. അതുകൊണ്ട് മാഡം പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഏകദേശം ട്രാൻസ്ലേഷൻ ചെയ്ത് സുരേഷ് കഴിയുമ്പോഴേക്കും എനിക്ക് ഓരോ അമ്മമാരോടും ഈ പ്രോഗ്രാം കാണുന്നത് അവരോട് ഒരു പ്രോമിസ് എടുപ്പിക്കണം. അതായത് നിങ്ങൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കും, ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യും. കാരണം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ കുടുംബത്തിന് ആരോഗ്യമുള്ളൂ. അങ്ങനെയാണെങ്കിലേ ആരോഗ്യമുള്ളൊരു സാഹചര്യമുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് എല്ലാത്തിനും, അതായത് നിങ്ങളുടെ കുടുംബം എവിടെയെങ്കിലാണെങ്കിൽ ശരി, മക്കൾ എവിടെയെങ്കിലാണ് ശരി, എല്ലാവർക്കും സന്തോഷത്തോടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ഇരിക്കാൻ അന്നേരം പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോമിസ് മിക്കവാറും മാഡത്തും പറയും. അപ്പോൾ നമുക്ക് മാഡത്തിനിടയ്ക്ക് തിരിച്ചു പോകാം. യെസ് മാഡം, ഓവർ ടു യു. Yes. So, how many of you love your kids? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഇവിടെ കാണുന്ന ആൾക്കാർ അവരെ കുട്ടികളെ പ്രേമിക്കുന്നവർക്ക്, കുട്ടികൾ വളരെയധികം സ്നേഹം. എനിക്ക് സാർ, എനിക്ക് എൻ്റെ കുട്ടികളെ വളരെ സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുന്ന അച്ഛനമ്മമാരൊന്ന് കൈവയ്ക്കുകയെ. What is Kuttikal Sneham? കുട്ടികളെ സ്നേഹിക്കുന്നവർ. Okay. Kuttikal Sneham chalega na? समझ जाएंगे लोग. ठीक है. Okay. Good. So, oh, very nice. So everyone loves their kids. Very good. Very good. Thank you. So can we promise to ourselves from today that because we love our kids, we will take care of our health? Can we do that, Suresh? യെസ്. ഇവിടെ ഒത്തിരി ആൾക്കാർ കൈപോക്കി. അതായത് അവർ പറയാണ് അവരെ കുട്ടികളെ അവർ നല്ലോണം സ്നേഹിക്കുന്നവർക്കാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കൈപൊക്കിയ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കുട്ടികൾ സ്നേഹിക്കുന്നതാണ്. ചില ആൾക്ക് കൈപൊക്കാനായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് പൊക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്നിവിടെ പ്രോമിസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഞാൻ എൻ്റെ കുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുമെന്ന്. So can we promise everyone, please? പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അതിന് യെസ് എന്ന് പറഞ്ഞിട്ട്. Okay, good. Thank you. That's really awesome. I'm so happy with this. I'm so happy. Thank you so much. Now the question is, how do you live healthy? We've promised that we will live healthy. So I was in a training session, sharpening my skills, and there I learned a very beautiful thing. They said, first, you have to commit yourself to something. So you declare a commitment to the universe. So if you declare a commitment that I will take care of my health, that's a commitment we have done today. So they said, after commitment comes the courage to do it. It's not the other way around. You will never get the courage until and unless you have committed something. So now that we have committed that we will take care of our health, we will need a lot of courage, because taking care of health needs a lot of courage. Now, where will that courage come from? Where will you get the courage to say no to something that you're not supposed to eat? Where will you get the courage to say that, okay, I will get up and exercise every day when your body is not wanting to get up? Where will you get the courage to say, okay, I will sleep early every day and not be with the mobile phone or be on the mobile phone till late at night? That all this needs a lot of courage. And that courage will come from that one book, Arogya Tinte Agosham, which is lying at your home. Because that book has made health so easy that it increases your confidence. See, Akhila ma'am is showing the book. And yes, Serendri is also showing the book. Great. So those who are showing the book means they are reading the book, because they're sitting there and they're showing the book. So if your book is lying somewhere away, please open it and read. Even if you're able to change one habit for the next 90 days, you would have transformed your health. But remember this,
First is courage. Number two, it is the consistency. So whatever you change it for at least 90 days without a break. That's how I do it. I tell myself that I will do this for 90 days without a break, see the result, and decide whether I have to continue or not continue. So, for example, I got into the habit of my skincare. I was very careless in taking care of my skin. So one day I got up and I saw that there's a pigmentation developing on my skin. So there was a scare, what if it increases? And this happened just a month back. And I said, my God, I am not too careful with my skin. So from today onwards, I promise I will do what I've written in the book. So I started doing what I have already written in my book, Sabse Pehle Sehat, on skin health. So I started applying that mask every day morning and every day evening without fail. I have applied for 21 days. Today was the 21st day, and I'm recording it so that I can know the results. Where was I on day one? And every day I'm taking a video of my face. And today it is 90% lighter than what it was on day one. If I would have done on day only for 1 or 2 days, nothing would have happened. And I would have said, oh God, nothing works. That is what all of us usually do. But consistently, and because I'm getting results, I am supercharged every day that, oh God, I have to do it. Today, before sitting for this session, I applied, I scrubbed it, and then I sat here. Because I said by the time I will end the session, I would have felt I will be probably tired and want to sleep, and I will miss my mask routine, which I did not want to miss. So you keep doing it, you keep seeing the results, and you keep getting the confidence that, yes, I can do it. So this book will give you the confidence because it does not have very complex routines. It has very simple things written. And the second book, Sabse Pehle Sehat, is out, but we have not translated in Malayalam. Frankly speaking, I don't have the strength to oversee the Malayalam translation as of now. It has 30 chapters. Arogyatinte Agusham had 20 chapters, 10 chapters. This Sabse Pehle Sehat in English has 30 20. chapters. No, it has 30. The English one has 30 Yes, chapters. yes, all put together. 30 chapters. Yes. With chapters like child health, chapters like brain health, menopause, child obesity, then PCOD, pregnancy, lactation, all such chapters, skin health, hair health, all such chapters which are going to be very useful and very simple language. I don't even think that a Malayalam translation is needed because the English translation is out, the English book is out. I have today sent 10 copies to Suresh so that he can show it around to all of you. I would suggest if you can read English even a little bit, buy that. It is going to help you so much in so many conditions that you can always, in any case, take care of your health and advise others also. Just have a look at that. In fact, personally, I'm very proud of the English edition because this book, the English book, gave me the satisfaction of, yes, something great has been created. You won't believe the day it came, that the day I finished writing the manuscript, I cried because I knew that this is a masterpiece. And I told Milind sir that had this book not had my name and my photo on this, I would have paid 10,000 rupees to buy this book because this book has come out to be so useful. So useful. So in 10 minutes, people have started getting rid of their migraines. 10 minutes, blood pressure is getting reduced. Half an hour, blood sugar is coming down. And skin, I told you,
And I will be posting that video very soon, day 1 to day whatever 30. I think within 30 days the entire thing would have been cleared. So I will post that video day 1 to day 30. I've had people saying my child stopped wetting the bed. Someone said I could deworm my child with I do not give any kind of syrup or medicine now. I deworm the child with the natural remedies that you've given. Someone said that my daughter had PCOD, so that has reduced a lot. Someone said my daughter had lost the glow on the skin because she stays in a hostel. So when I told her that do all these things, the glow came back. Someone said my hair have stopped falling. So the kind of reviews that I've got from the book are amazing. And there's no story. There is very simple steps. For example, for brain health, and this is very interesting. I was telling someone that stop brushing with your plastic toothbrush if you want your brain health to be superb. And he was very curious to know what has got a toothbrush to do with your brain health. Now, a research says that patients with dementia have been found to have lot of microplastic in their brains, which reduces their brain power. So I deduced from that research that when we are using plastic toothbrushes day in, day out, how much of plastic would be getting into our system. And we are using plastic everywhere, plastic bottles, plastic tiffins, plastic, the cling wrap on the food, plastic, even the food that we are ordering from outside comes in a plastic. All the food, the processed food comes in plastic bags. If you're ordering food from outside, it comes in plastic. You are brushing with a plastic toothbrush. Everywhere we are surrounded by plastic. Just imagine how much plastic is getting into our system. So my simple suggestion to that person and to all of us is, let's reduce the plastic if you want to, support your brain power, if you want to preserve your brain power. Now, if you know this, you can make good choices. If you do not know this, we will keep doing the same things. The day I read this, I have stopped using plastic completely. My bottle is glass. I have thrown plastic containers out of my home. I have replaced them with glass and steel. I have stopped buying anything that is in plastic. As it is, I don't order food from outside. But if people order food from outside, I keep telling them, stop, stop, stop. So when you know of this, you can make a smart choice. If you do not know, you will not make a smart choice. I replaced a toothbrush with Babool sticks. These are available on Amazon. When we were growing up, we used to have these neem sticks, which, grandparents used to brush their teeth. And we used to think it's so backward. And now my advice is come back to that. So someone asked me, do I use a toothpaste with that? I said, no, neem stick and Babool sticks are antibacterial in themselves. And they're available on Amazon. So I've stopped using the toothbrush. इतना का translate करूँ मैं? Yeah, please do that. So Yes. this book will help you. And I suggest, please go through this book. Meet Suresh, go through this book once. And if you find it meaningful and useful, please buy it. യെസ്. അപ്പം നമ്മൾ ഒരു എന്താണ് പറയുക, പ്രതിബദ്ധത ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കും എന്നുള്ളത്. അത് ഒത്തിരി ആൾക്കാർ കൈപൊക്കി. അതിൽ കൂടെ നമ്മൾ പറഞ്ഞ് നമ്മളെ കുട്ടികളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആരോഗ്യം എന്നെ തൊട്ട് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കും. അങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം, എനിക്ക് സന്തോഷം, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതിനാദ്യം വേണ്ടത്, ഈ പ്രതിബദ്ധത വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു കോൺഫിഡൻസ്, പിന്നെ ധൈര്യമാണ് വേണ്ടത്. അത് വലിയ സംഭവമാണ്. അപ്പോൾ ആ ധൈര്യം വേണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നു മുതൽ ചെയ്തു തുടങ്ങണം. അപ്പോൾ എന്തൊരു കാര്യവും നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ, ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തൊരു കാര്യവും ചെയ്തു തുടങ്ങിയാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യം ചെയ്യണം. അതായത് ഞാൻ ഈ തുടങ്ങിയ സംഭവം
മുടങ്ങാതെ മിനിമം 90 ദിവസമെങ്കിലും ഞാൻ ചെയ്യും. പക്ഷെ നമ്മളല്ല അതല്ല കാണുന്നത്. ചില ആൾക്കാർ 2 ആഴ്ച ചെയ്യും, 3 ആഴ്ച ചെയ്യും, പിന്നെ 4 ആഴ്ച ചെയ്യും, പിന്നെ അത് മറന്നു പോകും. പിന്നെ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ബിസി ആയിരുന്നു, ഞാൻ അവിടെയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. അത് ആ 90 ദിവസമെങ്കിലും ഞാൻ ചെയ്യും മുടങ്ങാതെ ഓരോ ദിവസവും. ആ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ കാര്യത്തിലേക്ക് വരാൻ. എന്നാൽ മാത്രമേ നമ്മളെ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പാതി വഴിക്ക് എന്തോ ഒരു കാട്ടിക്കൂട്ടിയത് പോലെ ആകത്തുള്ളൂ. അതാണ് പല ആൾക്കാരും പരാജിതരായി പോകുന്നതിൻ്റെ കാരണം നമ്മൾ ആ കണ്ടിന്യൂറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ജീവിതത്തിലും എല്ലാ സ്ഥലത്തും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയായിരുന്നു മാഡം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതായത് ഒരു ദിവസം രാത്രി കുട്ടി വന്നിട്ട് ഇങ്ങനെ മുടി ഇങ്ങോട്ടിനെ ആക്കി നോക്കിയപ്പോഴേക്കും അവർ ആ മുഖത്ത് ഒരു കറുത്ത പാട് കണ്ടു. ആകെ ടെൻഷൻ അടിച്ചു, എന്തോ സംഭവം ഈശ്വരായിരുന്നു, ഇതെന്താ സംഭവിച്ചത്. പക്ഷെ അന്നേരം തന്നെ നമ്മളുടെ ഈ മാഡം തന്നെ എഴുതിയതാണ്. ആ പുസ്തകത്തിൽ ചർമ്മസംബന്ധമായിട്ടുള്ള സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞ കാര്യം മുമ്പ് എല്ലാ ദിവസവും ഉണ്ടാക്കി രാവിലെയും വൈകുന്നേരവും പുരട്ടാൻ തുടങ്ങിയത്. ഇന്ന് വേണം പറഞ്ഞ് 21-ാം ദിവസം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷേ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വരുന്ന ആ സമയത്ത് മാഡത്തിന് അറിയാം, എനിക്കിത് കുറച്ച് പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിച്ചിട്ട് പിന്നെ ഞാൻ വേഗം കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ പ്രോഗ്രാം വരുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഒരു പ്രവണത തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 21-ാം ദിവസത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഓരോ ദിവസവും അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അത് കംപ്ലീറ്റ് ആയി മാറുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ. അപ്പോൾ ഇതാണ്, ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകണം, പാതി വഴിയിൽ വിടാൻ പാടില്ല. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് വളരെ സിമ്പിൾ ഭാഷയിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു സബ്സെ പഹലെ സെഹത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതിനും അവിടെ മലയാളത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രിന്റ് വേണോ എന്നുള്ള ചോദ്യം വരുന്നത് വലിയ ചോദ്യം ചിഹ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു പുസ്തകമുണ്ട്, ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളത്. അതായത് പണ്ട് ഇംഗ്ലീഷിലില്ലായിരുന്നല്ലോ ഇത്, എന്നാൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഉള്ളായിരുന്നല്ലോ. ഇപ്പോഴാണ് ചില ഭാഷകളിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ആദ്യത്തതും രണ്ടാമത്തെ പുസ്തകവും ചേർത്തുകൊണ്ട് ടോട്ടൽ ഒരു 40 ആരോഗ്യ പ്രശ്നങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഷൻ പുസ്തകം വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള അതാണ്. അതിൻ്റെ ചില ക്ലിപ്സൊക്കെ വേണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇന്ന് മേഡത്തോട് പറഞ്ഞു. എനിക്ക് അപ്പോൾ അത് പ്രിന്റ് വന്നിട്ട് എനിക്കൊന്ന് 3 ദിവസമേ ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു 10 കോപ്പി ഞാൻ ഇന്നിങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ എന്തായാലും നിങ്ങളൊക്കെ കാണിച്ചു തരാം. അത് ആർക്കൊക്കെ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാം. പക്ഷേ അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പല ജീവിതത്തിൽ നമ്മൾ അനുഭവത്തിൽ കൂടെ വന്ന പല കാര്യങ്ങളാണ്. ഇതെല്ലാം ചുമ്മാതെ ഒരു ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല. അതിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം, ഈ പുസ്തകം എടുത്തതിന് ശേഷം, അതായത് ഇത് സബ്സെ പഹലെ സെഹത്ത് ഹിന്ദിയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് അതിൽ കൂടെ PCOD മാറ്റാൻ പറ്റി, അതിൽ കൂടെ അനീമിയ മാറ്റാൻ പറ്റി. അതുപോലെ ചില അമ്മമാർ പറയാണ്ട് കുട്ടി രാത്രി ഈ കിടക്കയിൽ അങ്ങനെ മൂത്രമൊഴിക്കുകയാണ്, അത് പ്രായമായിട്ട് നിൽക്കുന്നില്ല എന്നത്. അതിനുള്ള ടിപ്സ് ഉണ്ട് അതിൽ. അങ്ങനെ ആ ടിപ്സിൽ കൂടെ പോകുന്ന സമയത്ത് അത് നിർത്തലാക്കി കുട്ടികൾ. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പെട്ടെന്ന് എങ്ങനെ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നു, 10 മിനിറ്റോ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രഷർ കുറയ്ക്കാൻ പറ്റുന്നു, കുറഞ്ഞ പ്രഷർ നമുക്ക് കൂട്ടാൻ പറ്റുന്നു. ഇതൊക്കെ സിമ്പിൾ ഭാഷയിൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതൊന്നും ആരും പറഞ്ഞു തരത്തുമില്ല, ഇതൊന്നും നമുക്ക് അറിയാനും പാടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം മാഡം പറഞ്ഞു വെച്ചാൽ, ഇപ്പം എത്ര ആൾക്കാർക്ക് അറിയാതെ എന്നാൽ ആർക്കും അറിഞ്ഞുകൂടായിരിക്കും അതൊക്കെ. അതായത് പുസ്തകത്തിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ പ്ലാസ്റ്റിക് ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഡിമെൻഷ്യയോ ഓർമ്മപ്പിശകൊക്കെ വരുന്നത്. കാരണം ശരീരത്തിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ബ്രഷും ഈ ബ്രെയിനുമായിട്ട് എന്താണ് ഒരു റിലേഷൻ എന്ന് വിചാരിക്കുന്നത്. കാരണം പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ശരീരത്തിൽ പോകുന്നത്. ഇപ്പോൾ നോക്കി, വെള്ളം കിട്ടുന്ന പ്ലാസ്റ്റിക് ടംബ്ലറിൽ, നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും പ്ലാസ്റ്റിക്കിലായിരിക്കും. അങ്ങനെ എല്ലാം പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ഇങ്ങനെ അഴിഞ്ഞു കൂടാൻ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് ബഹുഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഇത് ബ്രെയിനിലൊക്കെ പ്ലാസ്റ്റിക് അടിഞ്ഞുകൊണ്ടാണ്. അതിന് ഈ ബ്രഷാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ നിങ്ങൾക്കറിയാം, നീമിൻ്റെ കോല് അല്ലേ, വേപ്പിൻ്റെ കോല്, പിന്നെ ബബൂലിൻ്റെ കോൽ എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെയാണ് പല്ല് തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്തെന്നാ ഇത് വിവരമില്ലാത്ത ഒരു പഠിപ്പില്ലാത്ത ആൾക്കാർ മരക്കഷ്ണം കണ്ടൊക്കെയാണ് പല്ല് തേക്കുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ അല്ലേ. പക്ഷേ അതിനെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കി എന്താണ്. ഒരു നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പഴയ കാലവും ഇപ്പോഴത്തെ കാലവും ഓർക്കുമ്പോൾ ഏകദേശം ശരിയാണെന്ന് തോന്നിപ്പോകും നമുക്കില്ലയോ. കാരണം നമ്മളുടെയൊക്കെ പണ്ടൊക്കെ 90-95 വയസ്സുള്ള അപ്പൂപ്പനൊക്കെ എത്ര ഷാർപ്പായിരിക്കും. ഇപ്പോഴും 30 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 35 വയസ്സുള്ള കുട്ടിയെ 20 വയസ്സുള്ള ഒന്നും ഓർമ്മയില്ല, എന്താണ് നടക്കുന്നതെന്ന് പോലും ഓർമ്മയില്ല. ഇന്ന് കേട്ടത് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചോദിച്ചാൽ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഇത്
ഈ ഡിമെൻഷ്യ പോലത്തെ അസുഖം അല്ലെങ്കിൽ മറവി രോഗം എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും അധികം കണ്ടിട്ടില്ല. ഇത് കൂടി വരികയാണ്. അതുകൊണ്ട് മാഡം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ നിശേഷം ഉന്മൂലനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം മാഡം എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ? ഇത് അമേസോണിൽ കിട്ടും ബബൂലിൻ്റെ സ്റ്റിക്സ്, അതാണ് കൊണ്ടുപോയി പല്ല് തേക്കുന്നത്. നമുക്കിവിടെ വേപ്പുണ്ടെങ്കിൽ വേപ്പിൻ്റെ സ്റ്റിക്സ് കൊണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ആൾക്കാർ ചോദിക്കും, മാഡം അതിൻ്റെ അകത്ത് പേസ്റ്റ് വെച്ചിട്ടാണ്? ഇല്ല, പേസ്റ്റ് നിർത്തി. കാരണം ഇത് ആൻറ്റി ബാക്ടീരിയൽ തന്നെയാണ്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇത് ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം വരും. കണ്ട ഉമിക്കേരി കൊണ്ടൊക്കെ പല്ല് തേച്ച ആൾക്കാരാണ് നമ്മൾ. അന്ന സമയത്ത് ആ ഉമിക്കേരി തേച്ചപ്പോഴേക്കും പല്ലിന് നാറ്റമില്ല, പല്ലിന് കേടില്ല. അതുമാത്രമല്ല, ആ 32 പല്ല് ഒത്തിരി വർഷാവർഷം, അതായത് പ്രായ ആൾക്കാരുടെ വായിലും 32 പല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴെന്താ സ്ഥിതി? കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഞാനൊരു സ്ഥലം പറയുന്നില്ല, ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ ഏകദേശം 290 ആൾക്കാരുണ്ട് ആ ക്ലാസ്സിൽ. ഞാൻ ചോദിച്ചൊരൊറ്റ ചോദ്യമായിരുന്നു, 32 പല്ല് വായിലുള്ളവരൊന്ന് എണീറ്റ് നിൽക്കുകയാണ്. 4 പേര് എണീറ്റ് നിന്നത്. അതിനുശേഷം ബാക്കി ആൾക്കാർ പിന്നെ വായ തുറന്നിട്ടില്ല, മുഴുവൻ എൻ്റെ ക്ലാസ് തീരുന്നവർ. എന്തോ കാര്യം? അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റണം. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ എന്നാൽ വളരെ കണ്ടു തുറപ്പിക്കുന്ന രൂപത്തിലുള്ള സിമ്പിൾ ഭാഷയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് ആസ് എ പേരൻറ്റ് ആരോഗ്യത്തിൽ വരാൻ പറ്റും. ആസ് എ പേരൻറ്റ് നമ്മൾ കുട്ടികളെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് സമയത്തും ആരോഗ്യത്തോടെ തന്നെ തുടർന്ന് പോകാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ മാഡം പറഞ്ഞ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അതായത് അച്ഛനമ്മമാർ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, സന്തോഷത്തോടെ താമസിക്കുന്നു. കുട്ടികൾ വേറെ സ്ഥലത്ത് താമസിക്കുന്നു, സന്തോഷത്തിൽ താമസിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്ര ദൂരെ താമസിച്ചാലും സന്തോഷത്തിന് യാതൊരു കുറവില്ല, അനാരോഗ്യമേ ഇല്ല, ആരോഗ്യത്തിനും കുറവില്ല. അപ്പോൾ എത്ര നല്ല സംഭവങ്ങളായതൊക്കെ. ശരിയല്ലേ പറഞ്ഞു? ഓട്ടു Our scene is not the only world we exist in, please. So there are things outside this world also. Whatever is good for health, wherever it is available, we have to do that. So let's look for good things even outside our world. Whatever is good for health, please look at that. So this was an example. There are various things written in the book. You'll be surprised that no one ever told you these things. No one ever discussed these things. So that is why I want you to buy this book. Because if it's very unlikely that we'll be coming out with the Malayalam edition very soon. We have not even started translating it. So we will take some time. It might be 6 months. It might be more than that. And I do not want you to wait. It is very simple English, extremely simple English. Will not be difficult to understand. Hence, I want you to buy this and start taking care of your health right from today. So Suresh, now let's hear how have these mothers been helped by Arogya Tirtha. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ കൂടെ ഇപ്പോൾ മാഡത്തിൻ്റെ കൂടെ കാര്യം മാഡം പറഞ്ഞു, കുറേ എക്സാമ്പിൾ പറഞ്ഞു തന്നു, ആരോഗ്യത്തിലേക്ക് വരാനുള്ള കുറേ വഴികൾ പറഞ്ഞു തന്നു, പിന്നെ ആരോഗ്യത്തോടെ നിൽക്കാനുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു. ഓരോ പേരൻസും ഇന്ന് പ്രതിജ്ഞ അവിടെ എടുത്തിട്ടുണ്ട്, നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുമെന്ന്. കാരണം ആരോഗ്യത്തോടെ നിൽക്കുക തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ കൂടെ ഇന്ന് ഒത്തിരി അമ്മമാർ ചേർന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഞാനൊരു 5-6 ആൾ റെഡിയായിട്ട് വന്നിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം Akla Madam തന്നെ വിളിക്കാൻ പോവാണ്. So Akla Madam, please be on to the stage. Thank you, Suresh sir, and thank you, Manisha ma'am. Really, we became emotional, ma'am, because that stage, that motherhood, yeah. And when if anybody say about motherhood, and so many ladies are here, mothers are here, they become emotional. I had seen that Anita Raghavan and all, they had tears on their eyes. So like me, everybody was like that. Okay, anyway, happy Mother's Day to you all. എല്ലാവർക്കും മാതൃദിന ആശംസകൾ. അതിലെ ഒരു സന്തോഷ വാർത്ത കൂടി സുരേഷ് സാറെ, ഒരു സന്തോഷ വാർത്ത അതിൻ്റെ ഒന്ന് പറയണം തോന്നി. കാരണം കുറച്ച് പേരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോള് വന്നു. ചെന്നൈ IIT പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു കാര്യം പറയാനാണ് എന്നെ വിളിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ഉപരിപഠനം, അതായത് ആ കുട്ടി ഇപ്പൊ MA ഫൈനൽ ഇയർ ആണ് ചെന്നൈ IIT പഠിക്കുന്നത്. ആ കുട്ടി ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന PhD-യില് ആ കുട്ടി എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വുമൺ എംപവർമെന്റ് ഇൻ RCM.
ആലോചിച്ച് നോക്കുക, ആ ചെന്നൈ IIT എന്ന് പറഞ്ഞാൽ നമ്പർ 1 IIT ആണ് ഇന്ത്യയിലെ. അതിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി, ഒരു സ്റ്റുഡന്റ് വുമൺ എംപവർമെന്റ് ഇൻ RCM ഒരു സബ്ജക്റ്റ് ആയിട്ട് PhD-യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എടുക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ ഇങ്ങനെയൊക്കെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ എന്താണ് കാരണം? ആ കുട്ടി ഒരൊറ്റ ഉത്തരം എനിക്ക് തന്നിട്ടുള്ളൂ, ആ കുട്ടിയുടെ അമ്മയിലുണ്ടായ ആരോഗ്യപരമായ ചേഞ്ചസ് ആണ്, മാനസികമായ സോഷ്യലായിട്ട് അവരിൽ കണ്ട ചേഞ്ചസ് ആണ് ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാ പറഞ്ഞത്. കേട്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. സുരേഷ് സർ, ഐ ഡോണ്ട് നോ വെദർ മനീഷ മാം അണ്ടർസ്റ്റുഡ് ദിസ് ഓർ നോട്ട്. Manisha Madam, ma'am, you understood what I I said did in Malayalam? understand that there is a girl in Chennai who's doing a PhD on the subject women empowerment in RCM. Wow, ma'am. madam You Malayalam understood. You are really great, ma'am. Okay, no need to translate. no need to translate. No need to translate. She No, understood. yes. അപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്ന അമ്മമാര്, അത് ഫാമിലി ആയിട്ട് കേൾക്കുന്നവർ, ഫാദർ ആയിട്ടുള്ളവരും എല്ലാവരും ഇതിലുണ്ട്. അല്ല, ഏത് കാറ്റഗറി ഇന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവാം അല്ലെ? RCM-നെ നമ്മൾ കാണേണ്ടത് ഏത് തലത്തിലാണ് നോക്കൂ. ഇപ്പോഴും പലരും എന്താണ്, ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കാനുള്ള ഒരു കേവലം മാധ്യമമായിട്ട് മാത്രം RCM-നെ കാണുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നൊക്കെ ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ RCM അല്ലെങ്കിൽ ന്യൂട്രിചാർജ് എന്ന ഇതുപോലെയുള്ള സെഗ്മെന്റുകളൊക്കെ നമ്മളെ കൊണ്ടെന്ന് ഇന്ന് എത്തിച്ചിരിക്കുന്നത് വേറൊരു തലത്തിലാണ്. അതിൽ തന്നെ ഞാൻ പറയും, മനീഷ മാഡത്തിന്റെ ആരോഗ്യത്തിന്റെ ആഘോഷം, ആ ബുക്ക് ശരിക്കും എനിക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് ലേസിയാണ് ചില സമയത്ത്. കാരണം മുർസാന്റെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്ത് വീട്ടിൽ വരുമ്പോൾ കുറേ ചിട്ടകളൊക്കെ തെറ്റിച്ചിട്ടായിരിക്കും വീട്ടിൽ വന്നിട്ടുണ്ടാവുക. ചിട്ടയായ വ്യായാമത്തിന് സമയം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഫുള്ള് അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ നമ്മൾ വീട്ടിലാവുമ്പോൾ അതിനായിട്ടൊരു ചാർട്ട് റെഡിയൊക്കെ ആക്കിയിട്ട് ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. എല്ലാം കാറ്റിൽ പറത്തിയിട്ടാണ് ഫുള്ള് യാത്രകൾ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ശരിക്കും ഈ എന്നെ പാർട്ട് 1 മനീഷ മാഡത്തിന്റെ ആരോഗ്യത്തിന്റെ ആഘോഷത്തിന്റെ പാർട്ട് 1 ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാൻ ആ ഒരു പേജ് എടുക്കും. കാരണം ഞാൻ അതിൽ എപ്പോഴും വിട്ടുപോണതാണ് ചിട്ടയായ വ്യായാമം എന്ന് പറയുന്നത്. കാരണം അത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മളുടെ കൾച്ചറിലെ അതില്ല. നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലൊന്ന് പോയി നോക്കൂ, അവരുടെ കൾച്ചർ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അത് അവരുടെ ഒരു ഹാബിറ്റ് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് എടുക്കണ ഒന്നാണ് ചിട്ടയായ വ്യായാമം, സപ്ലിമെന്റ് എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു കൾച്ചറായിട്ട് മാറി. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതൊരു കൾച്ചറല്ല. വല്ലവരും അടിച്ചേൽപ്പിച്ച് വല്ല അസുഖവും വരുമ്പോഴാണ് നടക്കാൻ വരെ പോണത്. ഇവിടെ ഹരി പറയും, രാവിലെയൊക്കെ നടക്കാൻ പോയപ്പോഴും അധികവും കണ്ടത് ഹാർട്ട് പേഷ്യൻസിനെയാണ്. അപ്പൊ അങ്ങനെ പേഷ്യന്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് നല്ലൊരു ആരോഗ്യ രീതി ന്യൂട്രിചാർജിലൂടെ RCM-ലൂടെ ഒക്കെ ഇങ്ങനെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുക അല്ലെ? RCM-ന്റെ ആ ഒരു ഒറ്റ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വിജയിച്ചിട്ടുള്ള എല്ലാ ലീഡേഴ്സും ചെയ്തിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ തലത്തിലും ധനികരാവുന്ന ആളുകളെയാണ് RCM-ൽ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? അവരങ്ങനെ ഒരു റിച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഒന്നേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുത്തു, ഹെൽത്ത് കൊടുത്തു, വെൽത്ത് കൊടുത്തു. ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഭവം എനിക്ക് തോന്നണില്ല ഇന്ത്യയിൽ നിന്നല്ല ഇന്ന് ലോകത്തിൽ പോലും ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവര് 100% RCM ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാ അമ്മമാരുടെയും കർത്തവ്യമായിട്ട്. മദേഴ്സ് ഡേ കഴിഞ്ഞു എങ്കിൽ പോലും മദേഴ്സ് ഡേ ഉള്ള ഈ ഒരു മാസത്തില് അല്ലെ, മെയ് മാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ ആദ്യം വരേണ്ടത് ഇത് മദേഴ്സ് ഡേ ഉള്ള മാസമാണ് അല്ലെ? അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മാസമാണ് ആ ഒരു മെയ് മാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരാൻ പോകുന്ന തലമുറകൾക്കും അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി 100% RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ അതിലൂടെ വരുന്ന കൺസ്യൂമർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് അതൊരു സില്ലി തിങ് അല്ല. പാസീവ് ഇൻകം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതും കൂടെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അതിലുള്ള എല്ലാ അമ്മമാരും ആരോഗ്യത്തിന്റെ ആഘോഷം നമ്മൾ ഇടയ്ക്കൊന്ന് വായിക്കുക. കാരണം പല രോഗാവസ്ഥയിലുള്ളവർക്ക് പാർട്ട് 2 ഉണ്ട്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ് പാർട്ട് 1 ആണ്. കാരണം അസുഖങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ആ പാർട്ട് 1-ൽ ചില മടി ചില സമയത്ത് വരുന്നത് കാരണം എനിക്ക് ആ ഒരു ബുക്ക് എടുത്ത് ആ ഒരു പേജ് എടുത്ത് പ്രത്യേകിച്ച് ആരോഗ്യത്തിന്റെ പാകങ്ങൾ, അതുപോലെ പാചക രീതികൾ, സാമാന്യ ആരോഗ്യ തത്വങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 3 വിഭാഗമായിട്ട് മാഡം അതിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്ക് ആ ചെയ്യാനുള്ള ഞാനത് വിട്ടുപോയി, ആ ദിവസം അവിടെ പോയി എനിക്ക് വിട്ടുപോയി എന്നുള്ളത് വീണ്ടും ചെയ്യാനുള്ള ഒരു ബോധം
അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണെന്നുള്ള ബോധം ശരിക്കും വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടാനും ആ ഒരു അറിവ് കൂട്ടാനും ഒക്കെ ആയിട്ട് അതുപോലെയുള്ള പുസ്തകങ്ങളും വായിക്കുക, അതുപോലെ നമുക്ക് ഇതിലൂടെ കിട്ടിയ അറിവുകൾ ധാരാളം ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള നല്ലൊരു മെസ്സേജ് തന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സുരേഷ് സാർ ആൻഡ് താങ്ക് യു മനീഷ. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. Thank you, Akhila ma'am. That increases my confidence a lot. Thank you so much. Thank you, sir. Yes. Yes, we can move ahead. യെസ്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാം, ഇവിടുന്ന് തിരിച്ച് മലയാളത്തിൽ പറയുന്നതിന് വളരെ ചുരുക്കിയതായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനീഷ മാഡത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പറയുന്നത് മാഡം അങ്ങനെ തന്നെ ആവായിച്ചും കിടക്കും. അതുകൊണ്ട് നമ്മൾ ഹൃദയം കൊണ്ട് കേട്ട് കഴിഞ്ഞാലുണ്ടോ നമുക്ക് എല്ലാം മനസ്സിലായിക്കോളും. ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതെയുള്ള കാര്യങ്ങളാണ്. This is heart to heart connect. Ma'am, you are bright. That is why. Okay, you're getting Heart to everything heart fast. connect. I listen from the heart, so I can. Really. വളരെ സന്തോഷമായിട്ട് തോന്നി. മറ്റേ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറയുകയാണ് മാഡം, ഇന്ന് ഈ പ്രോഗ്രാം ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പ്രോഗ്രാമാണിത്. ആദ്യത്തെ പ്രോഗ്രാം കൂടിയായപ്പോൾ മാഡം പറഞ്ഞു തന്നെയാണ് വളരെ ഇമോഷണലായി പോവുക ചെയ്യുക ചില സമയത്ത്. പക്ഷേ ആ പ്രോഗ്രാമിൽ പിന്നെ ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട് ഞാൻ പാതി വഴിക്ക് എൻ്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഇമോഷൻ അങ്ങ് ഇറക്കി. എന്നിട്ട് അത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാഡത്തിനെ വിളിച്ച് പറഞ്ഞത്, മാഡം വല്ലാതെ ഒരു എഫക്റ്റ് ആയിപ്പോയി എനിക്ക്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ മുമ്പ് തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ചേക്ക് നിൽക്കുന്നുണ്ട്. എനിവേ, ഞാനിവിടെ നോക്കുമ്പോ അനിത മേഡമൊക്കെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്കും വല്ലാണ്ട് ഫീലിംഗ് ആയി. ഞാൻ ജസ്റ്റ് അനിത മേഡത്തിന് മെസ്സേജ് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ സംസാരിക്കാനായിട്ട് ഞാൻ അതാണ് വലിയൊരു എന്താ വെച്ചാൽ നമ്മളത് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഹൃദയം കൊണ്ട്, മാഡം പറഞ്ഞല്ലോ, മനുഷ്യ മാഡം പറഞ്ഞ പോലെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ഹൃദയം കൊണ്ടും കേട്ട് കഴിഞ്ഞാൽ അത് വല്ലാതൊരു ഫീൽ തന്നെയാണ്. അതിന് ഭാഷ ഒന്നും പ്രസക്തിയില്ല. താങ്ക് യു അഖില മാം, താങ്ക് യു വെരി മച്ച്. ഇനി നമ്മളുടെ കൂടെ ഒരു മിനിറ്റ്, യെസ്, ജമിനി മാഡം ഉണ്ട്, ജമിനി ബാബു മാഡം. എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായ ഒരു പൊസിഷനിലേക്ക് കഴിഞ്ഞ മാസം എത്തി. റൂബിയായിട്ട് എന്നെ പ്രൊമോഷൻ കിട്ടി തന്നെ ഞാൻ പറയും. അപ്പോൾ ന്യൂ റൂബി ജമിനി ബാബു മാഡത്തിനെ ഞാൻ ഒന്ന് വിളിക്കുകയാണ്. യെസ് മാഡം, വെൽക്കം. ഗുഡ് ഈവനിങ് മാം. മാഡം അല്പം ഒന്ന് സൗണ്ട് കുറവാണോ സാർ? ഇപ്പൊ ശരി, കുറച്ചും കൂടി നോട്ട്. ഓക്കെ സാർ. യാസിയം പരിചയപ്പെടുത്തിയ പേര് ജമിനി ബാബു എന്നാണ്. സാറ് പറഞ്ഞ പോലെ പുതിയൊരു റൂബി പിന്നിലേക്ക് എത്തി. എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. സന്തോഷം ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിലും സംസാരിക്കാൻ സമയം തന്നതിലും. എന്നെ സംബന്ധിച്ച് ആരോഗ്യം എന്താണെന്ന് മനസ്സിലാക്കിയത് RCMൽ വന്നിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ രണ്ട് അമ്മമാർ, എൻ്റെ അമ്മയും എൻ്റെ മദർ ലോയും, അവരെ രണ്ടുപേരെയും കണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് ഒരാൾ തീരെ ആരോഗ്യം നോക്കാത്ത ഒരാൾ, തീരെ എന്ന് പറഞ്ഞാൽ തീരെ ആരോഗ്യം നോക്കാത്ത ഒരാൾ നന്നായിട്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീരെ ആരോഗ്യം നോക്കാത്ത ആൾ എൻ്റെ അമ്മയാണ്. അപ്പോൾ അതിൽ നിന്ന് അമ്മയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചത് ശരിക്കും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം, വീട്ടുകാരെ നോക്കണം, എല്ലാവരെയും നോക്കണം, കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യം നോക്കണം. പക്ഷെ എൻ്റെ മദറിലോ എന്തൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കെയർ എടുക്കാമോ അതൊക്കെ ആളെടുക്കും. ആരും പറഞ്ഞു കൊടുക്കാതെ സ്വന്തമായിട്ട് ചെയ്യും. നമ്മളൊക്കെ RCMൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പഠിച്ചു. പക്ഷേ അമ്മ അങ്ങനെയല്ല. അമ്മ സ്വയമായിട്ട് അവരുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്യുന്നത് കണ്ടാണ് ഞാൻ, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ അങ്ങനെ കണ്ടതാണ് അവർ രണ്ടുപേരും. അപ്പം എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു 60 വയസ്സൊക്കെ 60 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക്, അതായത് അതിനേക്കാട്ടി ഏജായ എൻ്റെ മദറിനോയെക്കാട്ടിലും മോശമായ അവസ്ഥയിലേക്ക് ആൾ മാറി എന്നുള്ളതാണ്. അപ്പം ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭർത്താവിനെ നോക്കും, മക്കളെ നോക്കും, എല്ലാവർക്കും വേണ്ടത് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഈ ഭാഗ കാര്യങ്ങളൊന്നും അമ്മ കഴിക്കില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. പക്ഷേ എനിക്കൊരു സന്തോഷമുള്ളത്, ന്യൂട്രിചാർജിൻ്റെ പ്രോഡക്റ്റുകൾ കൊടുത്ത് അമ്മ ഞാൻ പതുക്കെ തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. കാരണം ഞാനാണ് മകളായിട്ട് ഞാനാണുള്ളത്. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ വിളിക്കും, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, വേഗം വരണം. ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും, നെയ്ബേഴ്സ് ആയിരിക്കും എന്നെ വിളിക്കുക. ആലോചിച്ച് നോക്കണം, ട്രിവാൻഡ്രത്തുനിന്ന് ഞാൻ കോട്ടയത്ത് ഓടിയെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. പക്ഷേ ഇന്ന് ന്യൂട്രിചാർജ് കഴിച്ച് നമ്മുടെ ഓരോ പ്രോഡക്റ്റ്, ന്യൂട്രിചാർജ് വുമൺ,
വെജൊമേഗ, ഗാമോറസ് ഇതെല്ലാം കഴിച്ചുകൊണ്ട് അമ്മയെ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ അളവ് വളരെ വളരെ തീരെ ഇല്ലെന്ന് പറയും. അത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ഈ ന്യൂട്രിചാർജ് പ്രോഡക്റ്റുകൾ കൊണ്ടാണ്. അപ്പോൾ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, നമ്മളെല്ലാവരെയും നോക്കണം, പക്ഷെ നമ്മുടെ ആരോഗ്യം അത്ര സീരിയസ് ആയിട്ട് തന്നെ നോക്കണം. അപ്പം മേഡത്തിൻ്റെ മനുഷ്യ മേഡത്തിൻ്റെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആഘോഷം എന്ന ഈ ബുക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ, എന്ത് കഴിക്കണം, എങ്ങനെ ഉറങ്ങണം, ഇതൊന്നും നമ്മൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആർ സി എമ്മിൽ വന്നതിന് ശേഷമാണ് ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കിയത്. അതിൽ നിന്നും ഒരുപാട് മാറണമെന്ന് മനസ്സിലാക്കിയത് ഈ ബുക്കിലൂടെയാണ്. അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അഖില മേഡം പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം യാത്രകളിൽ ഒരുപാടാണ്. അപ്പം ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി വെക്കും, അത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിന് അടുത്ത യാത്ര വരും, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിന് ആ ചാർട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് പാലിക്കാൻ പറ്റില്ല. അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഒരു ബുക്കിലൂടെ നമുക്ക് ഓരോ പേജും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ജീവിക്കും. ഇപ്പം മനുഷ്യ മേഡം ആണെങ്കിലും പറഞ്ഞു, ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മളൊന്ന് പാലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാനും അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഹസ്ബൻഡിനെ നോക്കണം, മക്കളെ നോക്കണം, കൊച്ചുമക്കളെ നോക്കണം. എല്ലാവർക്കും വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. എനിക്കത് പറഞ്ഞു തന്നത് എൻ്റെ മകനാണ്. എൻ്റെ മകൻ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ 2 ആൺകുട്ടികളാണ്, ഞങ്ങൾ പഠിച്ച് ജോലി കിട്ടി, ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി പോകും. പിന്നെ അമ്മ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, അവരെ നോക്കി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു, എനിക്കിപ്പോൾ ആരുമില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് എന്താ പറയുക, വീടിനുള്ളിൽ ഇരുന്ന് പോയി, മിണ്ടാനും പറയാനും ആരുമില്ല, ആ ഒരു അവസ്ഥയിലേക്ക് അമ്മ വരരുത്. അപ്പം അമ്മയ്ക്ക് എന്തൊക്കെ സന്തോഷത്തിന് ചെയ്യാൻ പറ്റുമോ അത് ആർ സി എമ്മിലൂടെയാണ് അമ്മ ഇപ്പോൾ ചെയ്യുന്നെങ്കിൽ അതെല്ലാം അമ്മ ചെയ്തു കൊള്ളണം, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മൂത്ത മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അവനാണ് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇത് മറന്നു പോകും. അപ്പോൾ അവൻ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയത് അവനാണ്. അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പം ഇതേപോലെ എല്ലാ അമ്മമാരും ചിന്തിക്കുക, മാക്സിമം നമ്മുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സുരേഷ് സാർ തുടക്കത്തിൽ പറഞ്ഞു അമ്മയെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, അമ്മ എല്ലാം ആണ് അല്ലേ. മക്കളുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം കൂടെ നിൽക്കുന്നത് അമ്മയാണ്. അത് അമ്മയെക്കുറിച്ച് നമ്മൾക്ക് പറയാൻ അങ്ങനെ ഒരു നിർവചനമൊന്നുമില്ല. അമ്മമാർക്ക് മക്കളാണ് വലുത്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് അതാണ് ശരി. ഇപ്പം തമാശയായിട്ട് പറഞ്ഞാൽ, ഞാനൊരിക്കലും വായിച്ചതാണ്, ഒരു മഴ നനഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പം അച്ഛനാണെങ്കിൽ പറയും, നിനക്ക് മഴ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ, നനയണമായിരുന്നോ. സഹോദരങ്ങളാണെങ്കിൽ ചോദിക്കും, നിന്നോട് രാവിലെ പോയപ്പോഴേ പറഞ്ഞതല്ലേ കുട കൊണ്ടുപോകാൻ, നീ കൊണ്ടുപോകാഞ്ഞോണ്ടല്ലേ നനഞ്ഞത്. അമ്മ എന്തായിരിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അമ്മ എന്തായിരിക്കും പറയുക, ഈ മഴയ്ക്ക് വരാൻ കണ്ടൊരു സമയം എൻ്റെ കൊച്ചിനെ നനയ്ക്കാനായിട്ട്. ആർക്കാണ് അവിടെ കുറ്റം? മഴയ്ക്കായിരിക്കും കുറ്റം അല്ലേ. നമ്മൾ ചെയ്തത് അമ്മമാർക്ക് ഒരിക്കലും അവിടെ ഒരു തെറ്റായിട്ട് തോന്നില്ല. അത് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് എന്ത് നമ്മൾ ചെയ്താലും അങ്ങനെയാണ്. അപ്പം അമ്മമാരെ കുറിച്ച് ഞാൻ എന്താ പറയുക, അമ്മ എല്ലാം ആണ്, സ്നേഹമാണ്, നമുക്കെല്ലാം അമ്മയാണ്. അമ്മ തരുന്ന സ്നേഹം അല്ലെങ്കിൽ അതിന് അളവില്ല, അതിന് കണക്കില്ല. ബാക്കി ആരെന്ത് നമുക്ക് തന്നാലും അതിന് അളവുണ്ട്, കണക്കുണ്ട്. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. അമ്മമാര് ആരോഗ്യം നോക്കുക. ഇന്ന് ഞാൻ കേട്ട ഒരു മെസ്സേജും കൂടെ പറയാം. 90 വയസ്സുള്ള ഒരു അമ്മ ആർ സി എമ്മിൽ ID എടുത്തിട്ട് ആർ സി എമ്മിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. കാരണം മക്കളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്, അമ്മ ഒറ്റയ്ക്കാണ്. അപ്പം ആർ സി എമ്മിലൂടെ ഈ മക്കളെ അല്ലെ ആർ സി എമ്മിലുള്ള മക്കളെ ചേർത്ത് നിർത്തി അവരോട് സംസാരിച്ച് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആർ സി എമ്മിൽ, പൈസയ്ക്കല്ല ആർ സി എമ്മിലേക്ക് വന്നത്, ആർ സി എമ്മിലൂടെ മക്കളെ കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. 90 വയസ്സുള്ള ഒരു അമ്മയെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമ്മയുടെ മക്കളൊക്കെ നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആർ സി എമ്മിലുള്ളവർക്ക് ആ ഒരു ഒറ്റപ്പെടലൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മുടെ കൂടെ എന്നും ആർ സി എം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സന്തോഷം മനുഷ്യ മാഡത്തിനും സുരേഷ് സാറിനും അഖില മാഡത്തിനും എല്ലാം എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇത്തിരി സമയം സംസാരിക്കാൻ തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു യാസി. Thank you, ma'am. Thank you very much. Thank you, Gemini ma'am. Thank you so much for your lovely and kind words. And it was a pleasure listening to you, because I usually do not hear you talk.
So this was something which was really heartwarming for me. Thank you so much. मैम उन्होंने एक कहा था, एक चीज़ उन्होंने एग्जाम्पल दिया जो बहुत अच्छा लगा। तो क्या उन्होंने कहा कि अगर एक बच्चा बारिश में गीला होकर घर आता है तो पिताजी क्या बोलेंगे, बड़ा भाई क्या बोलेगा और माँ क्या बोलेगी। पिताजी बोलेगा अरे जब बारिश बंद हो जाता उसके बाद आता। भाई बोलेगा सुबह तेरे से बोला था ना छाता लेके जाने के लिए, लेके जा नहीं सकता था। लेकिन माँ क्या बोलेगी मालूम है? माँ बोलेगी बारिश को भी अभी आना था मेरे बच्चे को गीला करने के लिए। So true, so true, so true. I will use this example. यस, Lovely, बहुत जबरदस्त एग्जाम्पल, एब्सोल्युटली टचिंग। beautiful, very heart touching, यस, very heart touching. Great. थैंक यू मैम, थैंक यू। अरुणिमा बिनू, डॉक्टर अरुणिमा बिनू। ജയാസ്യം സാർ, JRCM വീഡിയോ ഓൺ ചെയ്യുന്നില്ല, മോളെ ഉറക്കി ഫീഡ് ചെയ്ത് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അബ്സല്യൂട്ട്ലി സോറി. പക്ഷെ എനിക്ക് മെസ്സേജ് പറയണമെന്നുണ്ട്, കാരണം അത്രയും എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ന്യൂട്രിചാർജ് വഴി. അത് ഞാൻ പതുക്കെ സംസാരിക്കാം. എക്സ്ട്രീംലി സോറി. No problem. We will enjoy the beautiful DP that you have, and you're looking very beautiful in that. താങ്ക് യു മാം, താങ്ക് യു. ജയാസ്യം, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ belated happy Mother's Day wishes to all. So ma'am, I don't know whether you know, I became a mother last November 18th, and up to Congratulations November to that. Yes, I got to know. Yeah. Up to November 17, I was a girl. Suddenly on November 18, I became a mom. I was totally confused, but the best blessing I happened to me was my mother's. I have my own mother, Cicely, and my husband's mother, Priya. So, ഒരു ലേഡിയുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ടൈം പ്രഗ്നൻസി സമയമാണ്. സോ ഒരുപാട് പേർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ആഫ്റ്റർ പ്രഗ്നൻസി ഡിപ്രഷൻ വരുന്നവർ, അങ്ങനെ ഒരുപാട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ന്യൂസിൽ കാണുന്നുണ്ട്, നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ RCMലുള്ള അമ്മമാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് ഇതിലെ ഹെൽത്ത് പ്രോഡക്ട്സ്. ഞാൻ ഏറ്റവും ഇഷ്ടം RCM എല്ലാ പ്രോഡക്ട്സും പ്രഗ്നൻസി സമയത്ത് കഴിച്ചിട്ടുണ്ട്. സോ എൻ്റെ ബേബി ജനിച്ചപ്പോൾ ഫുള്ളി ഹെൽത്തി ആയിരുന്നു, ഒരു ഇഷ്യൂസും ഒന്നും ഉണ്ടായിരുന്നില്ല, ഹെൽത്തി വെയിറ്റ് ആയിരുന്നു, ആൻഡ് ഹർ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് ഭയങ്കര സ്പീഡായിരുന്നു. നമുക്ക് അമ്മമാർക്ക് എല്ലാം ഒന്ന് പതുക്കെ പ്രോസസ്സ് ചെയ്യാനായിരിക്കും ഇഷ്ടം. 45th ഡേ അവള് കമിഴ്ന്ന് വീഴാൻ തുടങ്ങി, 4th മന്ത് ആവുന്നതിന് മുന്നേ ഇരിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. സോ എല്ലാവരും പറയും ഭയങ്കര സ്മാർട്ടാണ്. ദ തിങ് വാസ് ദാറ്റ് എൻ്റെ ആരോഗ്യമല്ല, ഞാൻ കഴിച്ച പ്രോഡക്ട്സിന്റെ ഇതായിരുന്നു. ഞാൻ ന്യൂട്രിചാർജ് വ്യൂമൺ റെഗുലർലി കഴിക്കുമായിരുന്നു, DHA കഴിക്കുമായിരുന്നു, വെജോമേഗ കഴിക്കുമായിരുന്നു, ഗാമ കഴിക്കുമായിരുന്നു, കേസർ പിസ്ത ആൻഡ് ഓൾപ്രോ കഴിക്കുമായിരുന്നു. സോ അത് ആ കഴിക്കുന്ന സമയത്തും ഫുള്ളി മൂഡും എല്ലാം ഓക്കെ ആയിരുന്നു. നമ്മുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനും വ്യൂമണിലുള്ള പ്രോട്ടീൻസ് ന്യൂട്രിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ബേബിനെ എനിക്ക് കിട്ടി. എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ അമ്മയോട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ അത്രയും നല്ല അമ്മ ആവാനൊന്നും എനിക്ക് പറ്റില്ല, അതിലെനിക്ക് ഭയങ്കര സംശയമുണ്ട്. പക്ഷേ എൻ്റെ കുട്ടി, നമ്മളെ ഏതൊരു അമ്മയുടെ ആഗ്രഹം കുട്ടിക്ക് ഏറ്റവും നല്ല ആരോഗ്യം വേണമെന്നായിരിക്കും അല്ലെ? അതിനുവേണ്ടി നമ്മൾ എന്തും കോംപ്രമൈസ് ചെയ്യും, നമ്മുടെ ആരോഗ്യം കോംപ്രമൈസ്. പക്ഷെ RCM നമ്മളെ പഠിപ്പിച്ച എന്താണ്? കുട്ടിക്ക് ആരോഗ്യം വേണം, അമ്മയുടെ ആരോഗ്യം കോംപ്രമൈസ് ചെയ്യരുത്. അതെന്നെ പഠിപ്പിച്ചെന്ന RCM ആണ്. എനിക്ക് ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ബാക്ക് പെയിനോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മൂഡ് സ്വിങ്സ്, അങ്ങനെ ഒരു പ്രശ്നം. അതിൽ എൻ്റെ ഫാമിലിയും ഇൻവോൾവ് ആണ്. ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡ് RCM തന്നെയാണ്. സോ അതുകൊണ്ട് ആൾക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്ലസ് പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് RCM ഫാമിലി തന്നെ ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ഹെൽത്ത് പ്രോഡക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പല ഫ്രണ്ട്സും ആഫ്റ്റർ ഡെലിവറി അവർ പറയും കുട്ടി ഉറങ്ങില്ല. നമ്മൾ DHA ട്വിസ്റ്റ് ഞാൻ റെഗുലർലി കഴിച്ചാലാണ്, DHA 200 കഴിച്ചാലാണ് മോൾക്ക് DHA ട്വിസ്റ്റ് 6 months കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഫുഡ് സ്റ്റാർട്ട് ചെയ്താൽ DHA ട്വിസ്റ്റ് കൊടുക്കാമല്ലോ, കാരണം ഐ വോണ്ട് ടു see the changes after ട്വിസ്റ്റ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഐ വാസ് സോ എക്സൈറ്റഡ്. ആൻഡ് 7 months കംപ്ലീറ്റ് ചെയ്തു. 8 month ആവുന്ന 1 week ആയപ്പോഴേക്കും ഷീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. സോ ഐ വാസ് ലൈക്ക് സോ ഹാപ്പി, ഇത്ര പെട്ടെന്ന് നടക്കാൻ തുടങ്ങിയോ. ആൻഡ് ഞാൻ എൻ്റെ പാരൻസിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, എനിക്ക് ഇത്രയും നല്ല സാധനങ്ങളൊന്നും നിങ്ങൾ തന്നില്ലല്ലോ എന്ന്. കാരണം ഐ മിസ് ദാറ്റ്. എനിക്ക് സത്യത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോലും ആഗ്രഹിക്കാതിരുന്ന ഒരാളാണ്. കാരണം എനിക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ ബ്രോങ്കിയൽ ആസ്മ അസുഖം ഉണ്ടായിരുന്നു. സോ അത് കല്യാണം കഴിച്ചാൽ കുട്ടിക്ക് വരൂ, ആ ശ്വാസം മുട്ടൽ കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മയും അച്ഛനും കരയുന്നത്, വേറെ ഒന്നിനുമല്ല, ഞാൻ ശ്വാസം മുട്ടൽ കാരണം അനുഭവിച്ചുള്ള കാരണം ഓൾമോസ്റ്റ് 6 years. പക്ഷെ അത് മാറ്റി തന്നത് 9 months ഞാൻ കണ്ടിന്യൂസ് ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചപ്പോഴാണ്. സോ അപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി, ഇനി എന്ത് വന്നാലും നേരിടാന്നൊരു കോൺഫിഡൻസ് ആയി. അത് തന്നത് ന്യൂട്രിചാർജ് സെഗ്മെന്റ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റും, നമ്മുടെ RCMലുള്ളവർ അല്ലെങ്കിൽ നമുക്ക് വെളിയിലോട്ട് ഏതൊരു വ്യൂമന്റെ, ഒരു സ്ത്രീ ഹെൽത്തി ആണ്. ഇഫ് എ വ്യൂമൺ ഈസ് ഫിറ്റ്, ദ ഹോൾ ഫാമിലി ഈസ് ഫിറ്റ്. ഒരു പുരുഷൻ ഹെൽത്തി ആണെങ്കിൽ
പുരുഷൻ മാത്രമാണ് ഫിറ്റ്. പക്ഷെ ഒരു വീട്ടിലെ അമ്മ ഫിറ്റ് ആണെങ്കിൽ വി ക്യാൻ അഷ്യൂർ ദാറ്റ് ദ ഹോൾ ഫാമിലി വിൽ ബി ഹെൽത്തി. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും, ഹെൽത്തി ആവണം വേണ്ടെന്നുള്ളത് വീട്ടിലുള്ള ബാക്കിയുള്ള ചോയ്സാണ്. പക്ഷെ ഒരു വ്യുമൺ ഫിറ്റ് ആണെങ്കിൽ ഷുവറാണ് നമുക്ക് ആ ഫാമിലി എല്ലാവരെയും ഹെൽത്തി ആക്കാൻ പറ്റും. അത് നമ്മൾ ഓരോരുത്തരും വിറ്റ്നസ് ചെയ്യുന്ന സാധനമാണ്. സോ താങ്ക് യു, ഈ ഒരു ടൈം എനിക്ക് തന്നതിന് വളരെയധികം താങ്ക് യു. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റതിൽ വീണ്ടും സോറി ചോദിക്കുന്നു. ആൻഡ് ഇഫ് യു വോണ്ട് ഹെൽത്തി ബേബീസ് ആൻഡ് ഹെൽത്തി ജനറേഷൻ, ഇനിയെങ്കിലും ആ ഒരു ഇതിലോട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് സെഗ്മെന്റ് ആണ് ന്യൂട്രിചാർജ്. അത് മാത്രമല്ല, ഉറക്കം. പല അമ്മമാരുടെയും പ്രശ്നം കുട്ടികളുടെ സമയത്ത് ഉറങ്ങുന്നില്ല എന്നാണ്. എൻ്റെ കുട്ടി 10 to 12 hours സുഖമായിട്ട് ഉറങ്ങാറുണ്ട്. അതിനും റീസൺ DH തന്നെയാണ്. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണെങ്കിൽ കുട്ടികൾക്ക് സ്ലീപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ആക്റ്റീവ് ആണ്, ആള് സ്മാർട്ടാണ്. എവിടെ പോകുമ്പോഴും കോംപ്ലിമെന്റ്സ് കിട്ടും, കുട്ടി നല്ല സ്മാർട്ടാണല്ലോ. മനസ്സിൽ ഞാൻ പറയും നമ്മളിങ്ങനെ DH ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു ഭയങ്കര എനിക്ക് ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ആർസിഎല്ലിന്റെ ന്യൂട്രിചാർജ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. താങ്ക് യു. അതോടൊപ്പം തന്നെ മാമിന്റെ ബുക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഫസ്റ്റ് പാർട്ടിൽ. അത് കഴിഞ്ഞ് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ അസുഖങ്ങൾക്ക് പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഈവൻ മലബന്ധം വരെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ നമ്മുടെ 1/10 ആൾക്കാർക്ക് ഉള്ള ഒരു അസുഖമാണ്. അതുപോലും അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈവൻ അതുണ്ടെങ്കിൽ അതിന് ഫുഡിന് എന്താണ് ഡയറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ കൂടെ എന്തൊക്കെ രോഗലക്ഷണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ബുക്സിലുണ്ട്. സോ എല്ലാവരും ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന എല്ലാവരും ആ ബുക്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ അത് വാങ്ങുക. ഒരിക്കലെങ്കിലും ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. സ്ത്രീ വായിച്ചാൽ തന്നെ ആ വീട്ടിലെ എല്ലാവർക്കും അതിൻ്റെ എസൻസ് എത്തും. സോ താങ്ക് യു, ഈ ഒരു അവസരം തന്നതിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Wow, thank you so much. Awesome and very well said. That a woman of the house, a lady of the house, the mother of the house is responsible and can keep everyone healthy. I completely agree with that. If a mother knows how to choose the right things, how to keep the family healthy, I think we will not need hospitals. And my mission is to make every woman of the house so health conscious, so aware of the right things that she can always choose health for her family. Because you would be seeing hospitals are mushrooming, they're coming up left, right, and center. I feel they are like, goblets trying to gobble up our money and people. Of course, hospitals are needed, but for hospitals, it is a big money. Why are they mushrooming? Because they see big money. They know that we are not taking care of our health, and hence they can get good business. So my aim is to make every mother so health conscious, have so much knowledge about health that she can always choose the right thing. And for this reason, I do not know whether you are aware, this cookbook was written and released on Yes, this is available and most of the people buy it. have people bought? Yes, most of the people have bought it. Great. So if you have bought this, please do start making these raw dishes and enjoying them. Because whenever we talk of raw, and I talk too much about raw, we always think it's salads, and we don't like to have salads. But this raw is not salad. This is very tasty and not salad. You can actually have chapati with the sabzis, with the vegetables given here. You can have all mini meals. You can have breakfast with the dishes given here. So ensure that you start doing this at home so that your children and your husband and your family members can start enjoying raw that is tasty. And Suresh, I want you to translate Yes, this. yes. And then I have a surprise, a big, big surprise for all of you. ഓക്കെ, അപ്പോൾ മാഡം ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അക്ഷയ മാഡം പറഞ്ഞു, ജെമിനി മാഡം പറഞ്ഞു, ഡോക്ടർ അരുണിമ മാഡം പറഞ്ഞു. എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ വ്യക്തികളെ നമ്മൾ കേൾക്കുമ്പോൾ കിട്ടുന്നതെന്നുള്ളതാണ്. വളരെ ഹാർട്ട് ടച്ചിങ് ആണ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, വളരെ കാര്യങ്ങൾ പഠിച്ചതാണ്. അതിൽ രണ്ട് കുറച്ച് സീനിയർ അമ്മമാരാണ്. പിന്നെ ഡോക്ടർ അരുണിമ മാഡം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ചാതേ ഉള്ളൂ അമ്മയായിട്ട്, പക്ഷേ എത്രമാത്രം എക്സ്പീരിയൻസ്ഡ്, എത്രമാത്രം മനോഹരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പറഞ്ഞതൊക്കെ ഭയങ്കര ഗംഭീരമാണ്, പക്ഷേ ഒരു പോയിന്റ് എനിക്ക് ചില സമയം നമുക്ക് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ മാഡം പറഞ്ഞത്, അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പുസ്തകത്തിന് മാഡം ആണ് ഹൈലൈറ്റ് ചെയ്ത മാഡം, ഈ പുസ്തകം വീട്ടിലെ ഒരു സ്ത്രീ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പതിയെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും എത്തി തുടങ്ങും.
अब വലിയൊരു इम्पोर्टेंट पॉइंट है मैम. डॉक्टर रीमा मैडम ने क्या कहा ना एंड में, वो बहुत हाईलाइट पॉइंट था. उन्होंने बोला कि ये जो किताब है, अगर घर की औरत इसे पढ़ने शुरू कर दें तो ये अपने आप घर के बाकी मेंबर्स के भी जहन में आने लग जाएगा. Wow. वेरी पावरफुल पॉइंट. Very good. Very, very. So now over to the surprise that I have for you. मैम और बोला नहीं, अभी बोला नहीं, बोलता हूँ. अच्छा बोला नहीं बोलो बोलो മാമിൻ്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, കുക്ക് ബുക്ക് എന്ന് പറയുന്നത്, അത് ഒരു മനോഹരമായ സംഭവമാട്ടോ. ആരോഗ്യത്തിന് എങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മിൽക്ക് ഷേക്ക്, പാലില്ലാതെ എങ്ങനെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെ, അയ്യോ ഒന്നും പറയാതിരിക്കുക. അത് ഞങ്ങൾ കൊണ്ടുതന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, ഒത്തിരി ആൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ മേടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പടം ഞങ്ങൾക്ക് അയച്ചു തരണം, നിങ്ങൾ കഴിക്കുന്നൊക്കെ അയച്ചു തരണം. അതിനെ കൊണ്ടേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ അത് കൊണ്ടാച്ചിട്ട് കാര്യമില്ല. ഇല്ലാത്തവരും ചുമ്മാതെ കാശ് ചിലവാക്കണ്ട, മേടിക്കണ്ട. പക്ഷെ അത് മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഉണ്ടാക്കിയിട്ട് അതിനെ ശരിക്കും ആസ്വദിക്കണം. നിങ്ങൾ എന്തായാലും ആസ്വദിക്കും, അതിൻ്റെ ഗ്യാരണ്ടി എന്തായാലും. ഇത് പറഞ്ഞപ്പോൾ മാഡം ഒരു സർപ്രൈസുമായിട്ട് നമ്മൾ മുമ്പിൽ വന്നിട്ടുണ്ട്. എന്താ സർപ്രൈസ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ മാഡത്തിന് കൊടുക്കാം. മാഡം സർപ്രൈസ് വേണം. യെസ് മാം, ഓവർ ടു യു. अरे अरे क्या हो गया? अभी ठीक है, अभी ठीक है. Okay, so Hmm. the surprise is a big surprise, a very big surprise. Surprise, have- good surprise. I have invited a very young doctor from London to join us on this session today. Her name is Dr. Ankita Mishra, Wow. and she is my would-be daughter-in-law. She is my son's girlfriend. They have been together for the past 10 years. And this girl, fulfilled my wish of having a daughter. And the reason I asked her to join this call today, right now, because I wanted to understand from a young girl's perspective, what does a mother mean to her? Because we are all old mothers here, old in the sense our children are grown up. And for us, mother means thinking about our heart walking outside our body all the time. What does a mother mean to a young girl who is living away from her parents, making a career, and very intelligent, sharp person? She is one of the most intelligent girls I have met in my life, not because she's my son's girlfriend. If I see her apart from that relationship, I find her to be extremely empathetic, extremely intelligent, and the so-called Gen Z girl who has all the right things in the right places: the mind, the body, the caring aspect, the friendship, the networking, everything. So this is, I would like to put her on spotlight. This is my would-be daughter-in-law, Dr. Ankita. Ankita, एक second. Okay, good. You're on. You're unmuted. Welcome, Yes. welcome, welcome. Namaste, everyone. Thank you so much for having me, and thank you for your kind words, Ma. For starters, I think when Mom messaged me and she said, "Would you want to do this?" I jumped at the opportunity because, Ma, the word that it has a very unique relationship with a daughter and a mother, especially. It's very different from a mother and a son, and it's very different from the relationship we have with our fathers. But I would just like to talk about how the word ma and the relationship that a mother has, it extends beyond birthing your children. I have a very different relationship with my biological mother and a very different relationship with ma. And there are lots of things that one can learn from this, because I think we confuse, like in society, we confuse it often that, a mother it becomes a mother when they give birth to somebody. And that motherhood is represented with all of these trends that, I took my child here and I did there. Ma met me after 18 years of me existing, but she became a mother for me without doing any of that.
And I think mother is a very, very incredible, it's a very incredible term that we, in our generation, as Ma mentioned, we view it very differently. On Mother's Day, in fact, me and my childhood best friends, we have been best friends for over 20 years now. We wished each other happy Mother's Day as well, because we felt that we've taken care of each other for so long, like mothers. So mother is a very, it's a relationship that cannot be described. We can speak for 10 hours and we cannot come to a conclusion what a mother is. But if I have to speak today, I would like to speak for a few minutes on just some notes and thoughts that I had penned down about just just how we often say that, oh, a mother-in-law, gains a daughter, she doesn't lose a son. In society, it's very difficult to put that in practice. But Ma has done that. And Ma has done that in many different ways. From a very young age, when I was 18, 19 as well, I started writing poetry about our relationship. And I have shared those with her on her birthday, on Mother's Day, because when you enter, first of all, I think a lot of credit goes to her son. He is an incredible partner. And he made it very clear from the very beginning that the two of you have to have your own relationship. It cannot be because of me. You have to build your own relationship, your own friendship, because this is a new experience for all of us. So I shouldn't be like compelled. There shouldn't be a forced relationship between a mother and a daughter ever, whether it's biological or non-biological. So when I entered this family and we created our unit, our family, there was hope. I was nervous. I was like, will Ma like me? He loves her so much. She loves him so much. Like, mera jagah kaise hoga? Like, how will I have my own place and my own relationship? What I've realized, and I would like to say this in one sentence, is that love between a mother and her children grows through choice. It begins naturally biologically, but the bond between her and me, which is technically a mother-in-law and a daughter-in-law, was built with intention. There was purpose. There was a lot of work that was put in on both ends. There was a lot of respect. As she spoke right now about me, there was so much respect apart from that love. And I think the beauty of this relationship is there should be respect from both ends, love from both ends, patience from both ends, and I think so much kindness that you need to keep showing. At the best, I think a mother-in-law is the best bonus mother. I will say that because she comes after the mother's done a lot of running behind you. Ki, "Ye khana khao, ye karo, wo karo." But the mother comes later. She has a mother-in-law mother again because I just call Ma Ma. I've never used the term mother-in-law ever. So, but We for keep me, discussing this, that whether I call her my daughter, then if I call her my daughter, then she definitely becomes my son's sister. So that's not right. So I have which to is keep specifying complicated. she's my daughter-in-law. Exactly. So for me, how I view this relationship is guidance and someone who I can have lots of conversations with. मतलब मैं बैठ के बहुत सारे बातें कर सकती हूँ. मैं अपने डेली अपडेट्स दे दूँ. मैंने आज ये कपड़े, so today my outfit that I wore to work today morning, I sent Ma a picture. Like, Ma, देखो, like I am wearing this. I did the same with my mother as well. But now for me, it is like I'm getting double love, double guidance, double advice. एंड फॉर सो मेनी थिंग्स जो मैं अपनी माँ के साथ शायद शेयर ना कर पाऊं, आई हैव दैट फ्रेंड इन माँ because she has come in knowing that we have now a friendship, we have a companionship in the sense that हम rom-coms देखते हैं साथ में, जो उनका बेटा और मेरा होने वाला हस्बैंड नहीं देखने वाला है. We will watch it only. So no one else to understand this part. So we've created our own world. And I think that is such a beautiful thing. I love speaking about it. But what people generally डोंट अंडरस्टैंड इज दैट ये कहने के लिए एक चीज होता है कि हमारी बेटी जैसी है, हमने घर में बुलाया है, बट उसको अपनाना, मेकिंग दैट पर्सन योर ओन, रिक्वायर्स अ लॉट ऑफ वर्क फ्रॉम बोथ. एंड आई विल नॉट से कि बस माओ को ये
lena chahiye ye effort. Daughters also should put in that effort and try to see that your mother-in-law is also another person जिनके साथ आप एक रिलेशनशिप कल्टिवेट कर सकते हो, एक फ्रेंडशिप बनाओ, उनके साथ अपना रिलेशनशिप बनाओ. इट शुडंट बी डिपेंडेंट ऑन जस्ट who you're married or who you're going to marry. So yes, thank you for having me. That is what I had to say. I think there's a lot for you to translate. Sorry. Thank you, ma'am. Thank you very much for coming and joining. No, ma'am. Yeah, Suresh, for you, she's No, I know that, but still, വളരെ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരിക്കലും ഇവര് ഒരു പ്രോഗ്രാമിന് വന്നിട്ടില്ല ഇത്രയും ദിവസം. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് മാത്രം ഞാൻ അവരെ മാം എന്ന് വിളിച്ചതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് ഡോക്ടർ അങ്കിത തന്നെയാണ്. പക്ഷെ അവർ ഇത്രയും പ്രോഗ്രാമുകൾ മാഡം നടത്താറുണ്ട്, ഞങ്ങൾ നടത്താറുണ്ട്. ഒരു പ്രോഗ്രാമിലും ഇതുവരെ അവർ വന്നിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോൾ നമ്മളെ അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യ എന്നല്ല, ലണ്ടൻ എന്നാണ്. അവർ ലണ്ടൻ നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ വന്നതാണ്. അവരെന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്ന് ചിന്തിച്ചു നോക്കി. എത്ര മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് അമ്മയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നുള്ളതാണ്. നമ്മൾ ചില സമയം പറയും, നമ്മൾ അധികം കേൾക്കാറുണ്ട്, എൻ്റെ അമ്മ 18 വർഷം എന്നെ വളർത്തി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ. ചില സമയത്ത് അവർ പറഞ്ഞത് ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് കല്യാണം കഴിഞ്ഞങ്ങ് പോകുമ്പോൾ നമുക്ക് ഒരു രണ്ടാം അവിടെ മദർ ഇൻ ലോനെ കിട്ടുമ്പോൾ നമുക്കത് ബോണസായി മാറുക ചെയ്യുന്നത്. 2 അമ്മമാരെ നമുക്ക് കിട്ടുന്നത്. ഒരമ്മ നമുക്ക് 18-20 വർഷത്തോളം നമ്മൾ കൂടെ നിന്നിട്ടുണ്ടാവും, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് വരുന്നത് അതിന് ശേഷമുള്ള അമ്മ, അവരെത്രയും പെട്ടെന്ന് അതിലേക്ക് അങ്ങ് മാറുക ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇപ്പം ഇവരെ ഒരു മകനാണല്ലോ മാഡത്തിനുള്ളത്. അപ്പോൾ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയത്. പക്ഷേ ആ മകൻ വളരെ പ്രാക്ടിക്കലായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാരണമാണ് നിങ്ങളെ ബന്ധമുണ്ടാകുന്നതെന്നാവാൻ പാടില്ല, നിങ്ങൾ തന്നെ നിങ്ങളതായിട്ടുള്ളൊരു ബന്ധം ആദ്യം ഉണ്ടാക്കി വെക്കണം, ഞാനൊരു കമ്പൾഷനായിട്ട് എൻ്റെ നടുവിലായി മാറാൻ പാടില്ല. എത്ര മനോഹരമായിട്ടുള്ള പോയിന്റാണെന്ന് വിചാരിച്ചു നോക്കി. അതൊക്കെ പറയണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് കാര്യക്ഷമമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും കാര്യങ്ങൾ വളരെ ആരോഗ്യത്തോടെ ചിന്തിക്കുന്നത് കൊണ്ടും കൂടി ആവുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ അവരെ അമ്മേനോട് പറയാത്തത് പോലും മാഡത്തിനോട് പറയുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ മാഡത്തിൻ്റെ മകൻ അമ്മയോട് ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് ഇവർ അമ്മയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞതൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് 2 അമ്മമാരുടെ സ്നേഹത്തിൻ്റെ നടുവിലാണ് ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ എന്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് വിചാരിച്ചു. നമ്മൾ അനാവശ്യമായിട്ട് വേണ്ടാത്തൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടാത്തൊക്കെ പ്രഷറൈസ് ചെയ്യുന്നത്. സ്നേഹമല്ലേ അവിടെ വളർന്നത്, സ്നേഹം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ റിലേഷൻഷിപ്പ് അല്ലേ ഇതൊക്കെ, അല്ലെങ്കിൽ വേറെ എവിടെയോ ഉള്ളത്. അപ്പം മനസ്സിൽ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അത് ഇന്നോ നാളെയോ ഒന്നുമില്ല. കാലാകാലങ്ങളായിട്ട് ഒരുമിച്ച് നിന്നിട്ട് സ്നേഹം കാണിക്കാൻ പറ്റാത്തതും ഒരൊറ്റ മാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കാൻ പറ്റുന്നൊരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ലോകത്ത്. അപ്പോൾ അതിനൊന്നൊരു പ്രസക്തിയില്ല. കാലം കൂടുതലായതുകൊണ്ട് കൂടുതൽ സ്നേഹം കിട്ടുന്നു, അല്ല കുറച്ച് കാലം കൊണ്ട് കുറച്ചോ, അങ്ങനെയൊന്നുമില്ല. നമ്മളെ മനസ്സെങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ച് തന്നെ ഇരിക്കുകയല്ല. അപ്പോൾ അതുമാത്രമല്ല, ഒരു ദിവസം ഒരു വസ്ത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉടനെ ആ വസ്ത്രത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് അത് കാണൂ, ഞാനെങ്ങനെയാണ് ഒന്ന് ചിന്തിച്ചു. അപ്പോൾ അതിൽ കൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു ബോണ്ടിങ് എന്തോ ഒരു സംഭവമായിരിക്കും. ഈ ഒരു മാതൃദിനത്തിൽ ഇങ്ങനെ ഒരു കുട്ടി വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. കാരണം അവരവിടെ ജോലി തിരക്കിലുള്ള സമയത്ത് ലണ്ടൻ നമ്മൾ ഈ സമയത്ത് വന്ന് ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിലും അവിടെ രാത്രി ഒന്നുമല്ലല്ലോ, പക്ഷെ നമ്മളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തു. थैंक यू, एब्सोल्युटली थैंक यू वेरी मच डॉक्टर अंकिता जी. बहुत मज़ा है आपसे सुनकर, और आपने जो बातें कही हैं कसम से मेरे को लगता है कि यहाँ पे जो भी सुन रहे हैं ना, जिन मैंने ट्रांसलेट तो काफ़ी किया, लेकिन वो कहते हैं ना कि ट्रांसलेट जितना भी करो तो जो एसेंस निकल के आता ना वो तो होता ही नहीं है. लेकिन कुछ भी मैंने काफ़ी कोशिश किया इसको समझाने की, लेकिन जो आपने कहा है बिल्कुल दिल को छू दिया है, बिल्कुल कसम से. और खास करके इसलिए कि मैं आपको भी जानता हूँ और मैम को भी जानता हूँ और मैं उन्नू को भी जानता हूँ, तो मेरे लिए तो बहुत ज़्यादा ही जो क्या इमोशनल हो गया. Thank you very much for coming also. Thank you very much for coming. very well said, very well spoken, Anks. I'm so proud of you, so proud of you, because this is reality that we do say that daughter-in-law is like the daughter, but to actually walk that talk is very difficult, and it has to be done from both the sides. So today we are talking of mothers as mothers and mothers as mothers-in-law also. So we have to walk that extra step. In fact, we have to walk that extra step when you are a mother and when you are a mother-in-law, both the cases, because even as mothers, you have to walk that extra step to reach your child. But
it is an effort that needs to be done from both the sides. And as you said, it has to be a choice. I loved that. It really has to be a choice. एक चीज I forgot to mention, which I think is very important in the choice, is that we are very focused on always doing things right. It is impossible to do things right all the time. And what I think, which I've learned so much, and I tell everybody, and everybody, all my friends also love Ma for this, and they go and tell their mothers, you be more like Unnu's mom, because she always asks, respects people's space, and agar she says something which the other person's taken the wrong way or something, apologizes. Mothers never apologize. Daughters have ego. They will never wait to hear this apology. Like there is like, then always there is this thing, which is that हम गलतियां तो करेंगे because we are human beings. हम वो value ही नहीं देते वो इंसानियत को. And I'm saying from a mother's perspective, apologizing, yes. Doctors, doctors, daughter's perspective of saying that इट्स ओके, आप कर लो गलती, कोई बात नहीं, वी अंडरस्टैंड इट, अब आप हमारी तरफ भी पर्सपेक्टिव सुन लो. सो इट्स काइंड ऑफ लाइक all of us need to be a little bit more kind to ourselves. That's something I've really, really learned from Ma, which is that she is a lifelong learner. She's a lifelong learner. She will learn from me. She will learn from my 17-year-old sister. She will learn from an 8-year-old. She will learn from an 80-year-old. A mother is also a lifelong learner. A daughter is also a lifelong learner, because at some point maybe we will all become mothers soon. तो हम भी गलतियां करेंगे, हम भी माफी मांगेंगे. So that is, I think, a very important choice as well that we need to make. कि we should have that patience and kindness with ourselves and with our mothers. This includes mother-in-law. That's all. That's all I had to say. Wow, Thank you. love you. Thanks for this. Thank you. Thank you. അടുത്തൊരു തകർപ്പൻ പോയിന്റാണ് പറഞ്ഞത്. അവർ പോവുകയായിരുന്നു, അന്നേരം പറഞ്ഞ ഒരു കാര്യം മറന്നുപോയി എന്ന്. അതായത് നമ്മൾ തമ്മിൽ ഈഗോയെ ഉണ്ടാകാൻ പാടില്ല. അമ്മയുടെയും മക്കളും തമ്മിൽ ഒരു ഈഗോ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചില സമയം എല്ലാം എല്ലാം ശരി ചെയ്യണം, ശരിയുടെ പുറകെ മാത്രം പോകുന്ന വ്യക്തിത്വങ്ങളായി മാറുന്നു. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. പല സമയത്തും തെറ്റുകൾ സംഭവിക്കും. പക്ഷെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. അത് 8 വയസ്സുള്ള കുട്ടികളിൽ നിന്ന് പഠിക്കുക, 18 വയസ്സുള്ള ആളിൽ നിന്ന് പഠിക്കുക, 80 വയസ്സുള്ള ആളിൽ നിന്ന് പഠിക്കുക. അതിൻ്റെ ഒരു പ്രതിരൂപമാണ് നമ്മളുടെ മുന്നിലിരിക്കുന്ന മനീഷ മാം. അത് അങ്കിത പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് നല്ലോണം അറിയാം, കാരണം നിങ്ങൾക്കും അറിയാം. അപ്പോൾ കാരണം ഓരോ വ്യക്തികളെ കാണുമ്പോഴും അവരിതൊക്കെ പഠിക്കാൻ ശ്രമിക്കും മാഡം. നമ്മളും അതുപോലെ തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഈഗോനൊന്നൊരു പ്രസക്തിയേ ഇല്ല. നമ്മൾ വളരെ അങ്ങനെയാണ്. നമ്മൾ അതുകൊണ്ടാണ് മാഡത്തിന് കാണുന്നവരെല്ലാം അമ്മ എന്നാ വിളിക്കുക. നോർത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എൻ്റെ രൂപാന്തരം യാത്രയിൽ അമ്മ എന്നും പറഞ്ഞ് കാലിൽ വന്ന് വീഴുക, കരയുക ചെയ്യുന്നത്. അവരെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ വിഷമം കേൾക്കാനും കാത്തിരിക്കാനും സമയമുണ്ട്. അങ്ങനെ എല്ലാവരും ആകുക എന്ന് മാത്രമേ ഉള്ളൂ ഈ മാതൃദിനത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മളുടെ കൂടെ ജിഷ ഗിരീഷ് മാഡമും കൂടിയുണ്ട്. സോ വിൽ വെൽക്കം ജിഷ ഗിരീഷ് മാം. താങ്ക് യു एंड थैंक यू एब्सोल्युटली अंकिता जी. बहुत ही मज़ा आया आपसे मिलकर, आपसे बातें सुनकर, और फिर से मिलेंगे और आपसे और भी कुछ सुनेंगे. बहुत सीखे आपसे. Maybe you can leave because I know you would have Yes, work. yes. Come back Thank you early. so much, everyone. I will go back to work, and indeed, I would love कि मैं आके और बात करूं. And I'm very excited. आप सबको book के बारे में you're able to hear so much, because there's so much scientific backing. Trust me, as a doctor, I was just like, इसका reference. Everything is so good that everyone here is so excited about the book as well. The lessons are incredible. Ma is incredible. You have the best leader to share actual tips. मतलब मैं भी एज अ डॉक्टर मैं वो बुक्स नहीं पढ़ती हूँ अगर मेरा इफ आई हैव हैड सम हेल्थ इश्यूज हियर एंड देयर. इधर सीजन्स बहुत चेंज होते हैं, सीजनल एलर्जीज. गूगल नहीं, आई जस्ट कॉल्ड मा एंड आई वाज लाइक मैं क्या करूँ, एंड द काइंड ऑफ सॉल्यूशंस शी गेव, दे फिक्स्ड मी सो क्विकली. सो हैव एन इनक्रेडिबल सेशन एंड टेक केयर ऑफ all of yourselves. Lots of love. Bye bye everyone. Namaste. Thank you for your blessing. Thank you very much. God bless. Thank you very much. How great. വളരെ മനോഹരമായിട്ടുള്ള സെഷനിൽ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അഖില മാഡം
നമുക്കെല്ലാം വലിയ എന്താണ് പറയാ ഒരു പൊന്തൂവലാണ് കിട്ടിയത്. കാരണം അത് സുരേഷ് സാറേ, ആ കുട്ടി അപ്പൊ മനീഷ മാം ഡോട്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെ എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരും വിചാരിക്കുന്നത് മകള് തന്നെയാണ്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ജൂനിയർ മനീഷയാണ്. റിയലി ജൂനിയർ മനീഷ. ഓക്കെ. കാരണം നമ്മളെപ്പോഴും പറയും വിവാഹം എന്ന് പറയുന്നത് അല്ലേ, അതെ ഭൂമി തന്നെ ആ ഒരു സ്വർഗ്ഗാക്കിയിട്ട് ഇവിടെ തന്നെ കഴിയണ ആ ഒരു കല്യാണത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും അത് എന്താ പറയാ അർത്ഥവത്താക്കിയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ട ഡോട്ടർ ഇൻ ലോ. ഓക്കെ, കണ്ട മനീഷ മാഡത്തിന്റെ മകള് തന്നെ വന്ന് സംസാരിച്ച പോലെ. അത് മാം ഡോട്ടർ ഇൻ ലോ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊക്കെ അറിയാം ഒരു മകനാണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മരുമകളാണ് വന്ന് സംസാരിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പൊ അവര് വിചാരിക്കുക മനീഷ മാമിന്റെ മകള് തന്നെയാണ് വന്ന് സംസാരിച്ചത് ലണ്ടനിൽ നിന്നാണ് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതെ എന്തായാലും മനീഷ മാം, and really very happy to introduce okay, your daughter-in-law, ma'am. Really very happy. താങ്ക് യു താങ്ക് യു. I'm very fortunate to get her. Okay, ma'am. അപ്പോൾ നമ്മൾ It is already 9:26. We need to take care of the time, though this Yes. was not planned at all, but I Yes. thought एक और मैम उनसे बात सुन के बताते हैं. जिशा गिरीश मैम, प्लीज वेलकम. നമസ്കാരം മനീഷ മാം. വെൽക്കം. most welcome. Love you so much. എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നിപ്പോ മാമിന്റെ കൂടെ ഒക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചതില്. എല്ലാ അമ്മമാർക്കും വുമൻസ് ഡേ, മദേഴ്സ് ഡേ ആശംസകള്. 10 വർഷം, ഈ ഓഗസ്റ്റ് മാസം 10 വർഷമാവുന്ന ആസിമിലേക്ക് വന്നിട്ട്. എല്ലാവർക്കും അറിയാം ജിഷ്ണുവിന്റെയും ഗായത്രിയുടെയും അമ്മയാണ് ഞാൻ. ശേഷം ഒരുപാട് പേർക്ക് അമ്മയ്ക്ക് ആ സ്ഥാനം കിട്ടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് പേരുടെ അമ്മയായിട്ടൊക്കെ ആസിമിൽ വന്നതിന് ശേഷം സാധിച്ചു. അതേപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെ ആ ഒരു സ്നേഹം നേടാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സ്ഥാനത്തിലല്ലാതെ വേറെ എവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ആസിമിൽ ജീവിക്കുമ്പോൾ. എല്ലാ സ്ത്രീകളോടും ചോദിക്കാറുണ്ടല്ലേ, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ചോദിക്കുമ്പോൾ എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്, ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും. പക്ഷെ ആരും നമ്മൾക്ക് വേണ്ടി സ്വയം ആരും ജീവിക്കാറില്ല. പക്ഷെ ആസിമിൽ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് പഠിച്ചത്. ആസിമിൽ വന്നതിന് ശേഷമാണ്. ഇപ്പോ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, പറയാറുണ്ട് വിലപ്പെട്ട ഒന്നാണ് ആരോഗ്യം. പക്ഷേ ആരോഗ്യത്തെ കുറിച്ച് വലിയൊരു ധാരണയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്താ പറയാ, വെള്ളം കുടിക്കാനോ, കൃത്യമായിട്ട് വെള്ളം കുടിക്കാനോ, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോറ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എത്രമാത്രം ചോറ് കിട്ടും, ഇപ്പൊ ഏതൊരു ഫംഗ്ഷന് പോയി വന്നാലും വീട്ടിൽ വന്ന് ചോറ് കഴിച്ചാലാണ് എനിക്ക് തൃപ്തി ആവുണ്ടായിരുന്നു. അപ്പൊ ചോറ് ഏറ്റവും ആരോഗ്യകാര്യത്തിൽ ഒട്ടും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷെ ആസിമിലേക്ക് വന്നു, ന്യൂട്രിചാർജിലേക്ക് കടന്നപ്പോഴാണ് എങ്ങനെ വെള്ളം കുടിക്കണമെന്നും എങ്ങനെ ഭക്ഷണ രീതിയിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ എന്തായാലും ന്യൂട്രിചാർജിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഈ ഒരു അവസരത്തിൽ എങ്ങനെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിച്ചു എന്നതില്. പിന്നെ ഈ മനീഷ മാമിന്റെ ഈ ബുക്ക് ആരോഗ്യത്തിന്റെ സന്തോഷം അല്ലേ, സത്യത്തിൽ ആ ബുക്ക് വളരെ സിമ്പിൾ ആണ്. ആ ഒരു ബുക്ക് വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് നമുക്ക് ജീവിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്. ഇപ്പോ ഹരിശങ്കറൊക്കെ പറഞ്ഞതിന് ശേഷം എന്റെ ആരോഗ്യകാര്യത്തിന് ഒരുപാട് ശ്രദ്ധ പുലർത്തുന്നുണ്ട്. സ്റ്റെപ്സ് ഒക്കെ കയറാനായിട്ട് തുടങ്ങി, കൃത്യമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ ബുക്സ് ഒക്കെ മാം എഴുതിയിരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് സുരേഷ് സാറല്ലേ നമുക്ക് മലയാളത്തിലേക്ക് തന്നിരിക്കുന്നത്. കാരണം കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും, ഇപ്പൊ എനിക്ക് ഈ ബുക്ക് കിട്ടിയത് നമ്മുടെ സുലഭ് വണ്ടർവേൾഡിൽ നിന്നാണ്. അപ്പൊ ആ ബുക്ക് കിട്ടിയതിന് ശേഷം ഓരോ പേജും കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പൊ അതിലൊക്കെ എനിക്ക് ഏറ്റവും ഒരുപാട് പോയിന്റ്സുകള് ഇപ്പോ മാം ഒക്കെ ആയിട്ട് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോ പലരും ഗിരിസാറൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, തമാശയായിട്ട് പറയാറുണ്ട്, ഒരു സ്ത്രീയുടെ സ്വർഗം എന്ന് പറയുന്നത് അടുക്കളയാണെന്ന് അല്ലെ. ഇപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവര് അടുക്കളയിൽ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാചകം ചെയ്യുക, ആ പാചകം ചെയ്യുന്നതിലൂടെ അവര് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം എങ്ങനെ പാചകം ചെയ്യാം എന്നൊക്കെ മനീഷ മാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു സ്വപ്നമാണ് വലിയ വീട് വെക്കാന്നുള്ളത് അല്ലെ.
കൊണ്ട് അലങ്കരിക്കാനൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ മനീഷ മാമിന്റെ ഈ ബുക്ക് വായിച്ചതിന് ശേഷം അങ്ങനെ ലൈറ്റ്മെന്റ് ഒന്നും പാടില്ല നമ്മുടെ ബെഡ്റൂമുകളിൽ, സിമ്പിൾ ആയിരിക്കണം എന്നൊക്കെ മനീഷ മാമിന്റെ ബുക്ക് വായിച്ചതിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിയും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അപ്പൊ എല്ലാവരും വായിക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു മദേഴ്സ് ഡേയിൽ ഒരു ആശംസ പറയാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു വർഷത്തെ മദേഴ്സ് ഡേ എന്നെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. കാരണം സ്പെഷ്യൽ അല്ല, ഇപ്പോ എന്റെ അമ്മയ്ക്ക് ആരോഗ്യം കിട്ടിയത് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു 4 വർഷം മുന്നേ അമ്മയ്ക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ന്യൂട്രിചാർജ് വുമണൊക്കെ കൃത്യമായിട്ട് കഴിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ രാജൻ സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ഇത്രയും വർഷമായിട്ടും നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അമ്മ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ മക്കളുടെ കാര്യങ്ങളായിട്ട് ന്യൂട്രിചാർജ് കിഡ്സ് കൊടുത്തിട്ടാണ്. മക്കളൊക്കെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷേ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തപ്പോഴേ ന്യൂട്രിചാർജ് കിഡ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേ അവര് +1 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലായിക്കോട്ടെ 90 എബോവ് മാർക്ക് 2 പേർക്കും കിട്ടാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. പിന്നെ നമ്മൾ മക്കളെ സംബന്ധിച്ച് വിവാഹശേഷം അമ്മയ്ക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആ സമയത്തും കൊടുത്തിട്ടില്ല. ഇപ്പൊ RCMൽ വന്നതിന് ശേഷം വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ ഒരു സാരി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ കയ്യിൽ ഒതുങ്ങാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു വുമൺസ് ഡേയില് അമ്മയ്ക്ക് വലിയ മൊബൈലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നമ്മുടെ ചെറിയൊരു നോക്കിയ പോലത്തെ ഒരു മൊബൈലായിരുന്നു. പക്ഷെ ഈ ഒരു മദേഴ്സ് ഡേയില് അമ്മയ്ക്ക് നല്ലൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതും എനിക്കൊരു സന്തോഷം. അതും ഈ RCMൽ വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി മദേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഹമാര ചർച്ച് ന്യൂട്രി ചാർജ്. താങ്ക് യു മാം. Suresh, you're on mute. Yes, thank you, जिशा मैम. अब हमारे साथ हैं अतुल्या श्रीजित, नए रूबी हैं, अभी नए रूबी बने हैं. उनकी वाइफ है अतुल्या श्रीजित. Congratulations. अतुल्या जी, प्लीज कम. She's not there. Akila madam, Sir has joined. Srijit sir is there. കാണുന്നില്ല. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു സുരേഷ് സാറേ, ഇപ്പൊ കാണുന്നില്ല. I can't see Srijit sir also. Atulya Srijit ma'am. No, I don't see her. I don't see either of them. अच्छा. वैसे भी स्प्रेड बहुत देर हो गई है. Yes. അപ്പോൾ അഖില മാം നമുക്ക് ഇനി ആരുമില്ലല്ലോ, ഇനി തൽക്കാലം നിർത്താനല്ലേ? 9:30 കഴിഞ്ഞില്ലേ അല്ലേ? ഓക്കെ. So thank you so much. It was a pleasure talking to everyone, and I'm looking forward to meeting you in person. We will plan that very soon because I am missing coming home. मेरे को सुबह मैंने जब ले रहा था ना 7:30 को मैंने ज्वाइन किया मैंने, तो मैंने बोला कि जब भी मैं आता हूँ मैम बोलती है मेरे को वेलकम मत बोलना, मैं अपने घर में आ रही हूँ, तो नो वेलकम. तो मैंने इस सबसे बोला कोई वेलकम नहीं बोलेगा. यस, So मैं आना चाहती हूँ. जल्दी से आएंगे, आपको जल्दी से बुलाएंगे, जल्दी से आइए मैम. Let's do a series of events which we'll discuss. Yes, Yes ma'am, we are waiting for you ma'am. Absolutely, I'm also waiting eagerly. So let's plan very soon. yes. Perfect. Thank you so much. Good night. Thank you. Thank you so much. Thank you. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും സ്നേഹം മാത്രം നൽകിക്കൊണ്ട് അഖില മാം താങ്ക് യു വെരി മച്ച്. ഇന്ന് സംസാരിച്ച എല്ലാവർക്കും, ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് പിരിയാം. വീണ്ടും കാണാം. മേരാ ചാർജ് ന്യൂട്രി ചാർജ്. താങ്ക് യു. Good RCM. Super അടിപൊളി. Thank you, Manisha ma'am. Thank you, sir. Thank you, Manisha madam.